ആ പാട്ടിട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത 2 സെക്കൻഡ് നൊസ്റ്റാൾജിയ കാരണം ആ വീഡിയോ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ദോശ, കുറച്ച് ചമ്മന്തി, കുറച്ച് മുളക്, ഒരു രസവട, കുറച്ച് രസം എക്സ്ട്രാ, ഒരു സിംഗിൾ കുറച്ച് ചിക്കൻ ഫ്രൈ, ഒരു ഹാഫ് ചിക്കൻ ഫ്രൈ. 2025 is our 10th year of Eat at Trivandrum. നമ്മളൊരു ഡെക്കേഡ് ഓഫ് Eat at Trivandrum. കടകളിൽ പോയി ഓക്വേർഡാണ് എണീറ്റ് നിന്ന് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പൊ ഇങ്ങനെ ചുറ്റും നോക്കുക ആൾക്കാരൊക്കെ കാണുന്നത്. കാരണം ഇത്രയും ബ്ലോഗേഴ്സ് ഒന്നും ഇല്ലല്ലോ. റാങ്കോൺ ഫാറ്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് കുറെ പേര് കുറെ കഴിഞ്ഞു വന്ന് പറഞ്ഞു. ഐ ഡോണ്ട് ടേക്ക് മണി ഫോർ റിവ്യൂയിങ് ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ അമ്മ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എവിടെ പോയാലും കൊണ്ടുപോയി, എന്നാൽ വായി വെക്കാൻ കൊള്ളാത്ത കുറെ സാധനങ്ങൾ അവർ കൊണ്ടുപോയി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഈ നൂക്കൻ കോർണേഴ്സിൽ ഇരുന്ന് കടകൾ ഞാൻ വീഡിയോ ചെയ്യത്തില്ല. കാരണം അവിടെ തിരക്ക് കൂടി പിന്നെ അവസാനം എനിക്ക് ഫുഡ് കിട്ടില്ല എന്നുള്ള സങ്കടം. കാരണം ഇപ്പൊ പൊതിച്ചോറിനുണ്ടായ ഒരു ട്രാക്ഷൻ ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റ്സിന്. വീട്ടിലെ ഊണ്, അതെ, വീട്ടിലെ ഊണ്, നാടൻ കറികൾ, അങ്ങനത്തെ സാധനങ്ങൾ. മലയാളികളുടെ എന്തെങ്കിലും സാധനം ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ ഫുൾ കുടുംബമായിട്ട് നമ്മൾ ചെല്ലും. അതെ, പൊങ്കാല അവർക്ക് റീച്ചാണ്. നോർത്ത് കേരളയുടെ പാതി കൂടുതൽ സാധനങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മുടെ പാതി കൂടുതൽ സാധനങ്ങൾ നോർത്ത് കേരളയ്ക്ക് അറിയുണ്ടാവില്ല. അപ്പൊ സെൻട്രൽ കേരള അവിടെ നിന്ന് ചിരിക്കും. നമ്മൾ കേരള എന്ന് കാണുമ്പോൾ ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നു, കരിമീൻ പൊള്ളിക്കുന്നു, അപ്പം ചുടുന്നു, തീർന്നു. ശിവജി മഹാരാജ് അവരൊക്കെ പ്രോട്ടീൻ റിച്ച് ആഹാരം കഴിക്കുന്നവരാണ്. മട്ടൻ. തമിഴ്നാട് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ലുക്സ് ലൈക്ക് എ വെജിറ്റേറിയൻ സെൻട്രിക് പ്ലേസ്. മധുരയിലേക്ക് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഹോൾ തിങ് ചേഞ്ചസ്. ആ മുട്ടയുടെ മഞ്ഞയും ആ മസാലയും ചോറും എല്ലാം കൂടി ഇങ്ങനെ നാരങ്ങ അച്ചാറും കൂടെ കുഴച്ചിങ്ങനെ കഴിക്കണം. എന്നിട്ട് പെപ്സിയും കുടിക്കണം. അപ്പൊ ഹാപ്പി ആവും നമ്മൾ. ഇത് പബ്ലിസൈസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതാ. ഞാൻ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു തട്ടുകടയായിരുന്നു. എന്നാലും പറഞ്ഞുതരാം. വെറുതെ പോയിട്ട് ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് നിൽക്കാം, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാം, അതെന്തായാലും 100K അടിക്കും. ഡസൻ മേക്ക് സെൻസ്. പെട്ടെന്ന് ക്ലിക്കായി ഒരുപാട് റീച്ച് പോകുന്ന വീഡിയോസിലാണ് നെഗറ്റീവ് കൂടുതൽ വരുന്നത്. നമ്മൾ ഒട്ടും എഫേർട്ട് എടുക്കാതെ വെറുതെ ചാടി എടുത്ത വീഡിയോ 1 മില്യൺ അടിക്കും. ഷോർട്ട് ഫോം കാണുന്നവർക്ക് ഷോർട്ട് ഫോമിന്റെ അറ്റൻഷൻ സ്പാനേ ഉള്ളൂ. എന്തോന്ന് പടവടേ എന്നൊക്കെ ഷസാൻ പറയത്തില്ലേ. നെഗറ്റീവിന് പിന്നെ ഭയങ്കര റീച്ചുമാണ്. റൈറ്റ് നൗ ട്രിവാൻഡ്രം ബൂം ചെയ്യാൻ പോകുന്നതിന്റെ ബഡ്ഡിംഗ് സ്റ്റേജിൽ നിൽക്കുവാണ്. ഏറ്റവും നല്ല പൊറോട്ട കിട്ടുന്ന Such a good cake, guys. ഫോർട്ടി2 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റും ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുന്നത് എപ്പോഴും ഫുഡ് ബ്ലോഗിങ്ങോ അല്ലെങ്കിൽ റിവ്യൂസ് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫുഡ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. പലരും അതൊരു കരിയർ ഓപ്ഷനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ ട്രിവാൻഡ്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ തുടക്കം മുതലേ തന്നെ ബ്ലോഗിംഗ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഞ്ജന ഗോപകുമാറാണ്. അഞ്ജന ഗോപകുമാറിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരാളാണ്. അപ്പോൾ ഈ ഒരു വലിയ എപ്പിസോഡിൽ നമ്മൾ ഒത്തിരി ഫുഡിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരുപാട് റെക്കമെൻഡേഷൻസും വരുന്നുണ്ട്. ചിലപ്പോൾ ഫുൾ എപ്പിസോഡ് കാണാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഷോർട്സും റീൽസുമായിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. അത് മറക്കാതെ കാണുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അഞ്ജന, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ട്രിവാൻഡ്രത്ത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പൊ സാധാരണ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിലും പോയി കഴിച്ച് നോക്കി ആൾക്കാരുടെ അഭിപ്രായം എടുക്കുക. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഫുഡ് വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം ഫുഡ് വ്ളോഗിങ്ങിന്റെ ട്രിവാൻഡ്രത്തെ ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് അഞ്ജന. താങ്ക് യു ഗൈസ്. ഇതൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. പക്ഷെ അഞ്ജനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുഡ് ഒരു പുതിയ കാര്യമല്ല അല്ലേ. അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത് വന്നതൊക്കെ. സോ എങ്ങനെയായിരിക്കും ഈ ഒരു സാധനമായിട്ട് കണക്ട് ആയത്? ആദ്യം പറഞ്ഞ ആ ഫുഡിന്റെ ഹിസ്റ്ററി ആസ് എൻ ട്രിവാൻഡ്രത്തെ പണ്ടത്തെ ഫുഡ് വ്ളോഗർ എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം ആണ് എന്നെക്കാളും മുന്നേ തുടങ്ങിയത്. അത് ഈറ്റ് അറ്റ് ട്രിവാൻഡ്രത്തിൽ ഞാൻ തന്നെയാണ്. ബേസിക്കലി ഞാൻ തന്നെ രണ്ടിടത്തും. ഞങ്ങൾ 4 പേരാണ് ഈറ്റ് അറ്റ് ട്രിവാൻഡ്രത്തിൽ. ആക്ച്വലി അരവിന്ദ് സോജു എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈറ്റ് അറ്റ് ട്രിവാൻഡ്രത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങുന്നത്. അന്ന് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല, എല്ലാവർക്കും സംസാരിക്കാൻ ഒരു ഇടവില്ല. ഈ സെയിം കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ എങ്ങനെ ഫുഡ് പുതിയത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പുതിയ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ ആയിരുന്നു. അപ്പോൾ പൂനെയിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞ് അരവിന്ദ് പൂനെ പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങുന്നതും. അതിനകത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ ആരോ ആഡ് ചെയ്യുന്നത് 2016 2015 അരവിന്ദ് ഇത് തുടങ്ങി. എന്നെ ആരോ ആഡ് ചെയ്തപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പ് നമുക്ക് ഫുഡിനെ പറ്റി സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അതിനകത്ത് പോസ്റ്റ് ഇടാൻ തുടങ്ങി. ഇതെങ്ങനെ ശരിയാവും, ആ ഫുഡിന് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അരവിന്ദ് നോട്ടിസ്ഡ് മീ. അന്ന് ഫേസ്ബുക്കിലായിരുന്നു ഗ്രൂപ്പിൽ. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ there were 5,000 members or 3,000 members, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എൻ്റെ ഒരു
ജൂനിയർ ആണ് എന്നെ ആഡ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ കോളേജിൽ തന്നെ പഠിച്ച് വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് അരവിന്ദ് എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഐ ഹാവ് ബിഗർ ഐഡിയാസ് ആൻഡ് ഡ്രീംസ് വിത്ത് ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം, വുഡ് യു ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ദ ടീം? എൻ്റെ മനസ്സിലൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ഒരു 100 പേര് കാണും, നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എന്നാണ്. അതിനകത്ത് ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഈറ്റ് കോർ ടീം എന്നും പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഒക്ടോബറിൽ 9 years കഴിഞ്ഞു ഈറ്റ് അറ്റ് ട്രിവാൻഡ്രത്തിൻ്റെ. 2025 is our 10th year of Eat at Trivandrum. നമ്മളൊരു ഡെക്കേഡ് ഓഫ് ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം. ഈറ്റിന്റെ കുറേ എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ട് നമുക്ക് 10th yearന്. അപ്പൊ അന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് ചെയ്യണം. ആ സമയത്താണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ തന്നെ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഫുഡിനെ പറ്റി എനിക്ക് എഴുതണമെന്ന് താല്പര്യം. ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം ഒരു കമ്മ്യൂണിറ്റിയാണ്. എൻ്റെ തന്നെ രീതിയിൽ ഞാൻ ഫുഡിനെ പെർസീവ് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ട് എനിക്ക് തന്നെ രീതിയിൽ എഴുതണമെന്ന് വെച്ച് ഞാൻ ഇവരോട് പറയുകയാണ്, ഞാൻ വേറൊരു ബ്ലോഗ് തുടങ്ങട്ടെ, നമുക്കൊരു ഇതായിരിക്കുമോ, കോൺട്രഡിക്റ്റിംഗ് ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടില്ല, യു ഷുഡ് റൈറ്റ്, നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലേ, യു ആർ എ ബ്ലോഗർ. ആ രീതിയിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഞാൻ താങ്ക് ഗോഡ് ഐം ഫാറ്റ് എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റയാണ് ആക്ച്വലി തുടങ്ങുന്നത് ആദ്യം. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ താങ്ക് ഗോഡ് ഐം ഫാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് തുടങ്ങി. ഫുഡ് ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. കടകളിൽ പോയി ഓക്വേർഡാണ് എണീറ്റ് നിന്ന് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പൊ ഇങ്ങനെ ചുറ്റും നോക്കുക ആൾക്കാരൊക്കെ കാണുന്നത്, കാരണം ഇത്രയും ബ്ലോഗേഴ്സ് ഒന്നും ഇല്ലല്ലോ. അന്നതൊരു വിചിത്രമായ കോൺസെപ്റ്റ്. അതെ, അന്ന് എന്താണ് ഈ കാണിക്കുന്നത്? ബ്ലോഗിംഗ് അല്ലായിരുന്നു അന്ന് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഉണ്ടായിരുന്ന ടൈമാണത്. അപ്പൊ ഫോട്ടോന്റെ താഴെ ഇലാബറേറ്റ് ആയിട്ട് എഴുതി തുടങ്ങുന്ന ടൈമാണ്. ഈറ്റ് ട്രിവാൻഡ്രം തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്ലോഗ് തുടങ്ങുന്നത്, താങ്ക് ഗോഡ് ഐം ഫാറ്റ് എന്ന് പറഞ്ഞു. ഈറ്റിൽ ഞാൻ ആക്റ്റീവായിട്ട് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് റിവ്യൂ ഒക്കെ എഴുതും ഗ്രൂപ്പിൽ. അപ്പോഴൊന്നും ഈറ്റിന് ഇൻസ്റ്റഗ്രാം ഇല്ല, ഞാൻ ഇൻസ്റ്റയിലാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പേജിൽ ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു നമ്മുടെ ദേശി കുപ്പ ഒക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ അവിടുത്തെ ഷേക്കിനെ പറ്റി ഫോട്ടോ ഇടുന്നു, പിന്നെ പോയി കഴിക്കുന്ന മീൻകറിയെ പറ്റി ഇടുന്നു. പക്ഷെ കുറെ കൂടി ഇന്ന് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഡിഫറെൻറ്റ് കോണ്ടന്റ് ആയിരുന്നു. റിവ്യൂവിന് പകരം ഐ വുഡ് സേ ഇപ്പോൾ ദേശിക്കുപ്പ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എങ്ങനെ വന്നു, കുറേ പേര് അതിനെ തന്നെ മിമിക് ചെയ്ത് കുറേ സാധനങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ലസ്സി ഷോപ്പിൽ നിന്ന് ദേശിക്കുപ്പ അതൊക്കെ ഒബ്സർവ് ചെയ്ത് എഴുതുന്നതായിരുന്നു എൻ്റെ പണി. ഇപ്പോൾ മീൻകറി തന്നെ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം എന്തോരം ടൈപ്പ് ഉണ്ട്, ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഞാൻ അന്നും ഇട്ടോണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ട്രാക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ കുറച്ചായിട്ട് ആൾക്കാർ ഫോളോ ഒക്കെ ചെയ്ത് തുടങ്ങിയായിരുന്നു. അന്നും അത്ര ആക്റ്റീവ് അല്ല, മീൻസ് ഇൻസ്റ്റയും അതുപോലെ ആൾക്കാരും ഇതായി തുടങ്ങിയിട്ടില്ല. അതെ, അപ്പൊ അങ്ങനെ പിന്നെ ഈറ്റ് അറ്റ് ട്രിവാൻഡ്രത്തിൽ പുതിയ അപ്ഡേറ്റ്സ് കാണും, എന്നിട്ട് അവിടെ പോയി കഴിക്കും, എന്നിട്ട് അതിന്റെ എൻ്റെ പെർസ്പെക്റ്റീവ് എഴുതും. ഇങ്ങനെ ഒരു റുട്ടീൻ പോലെ. അന്ന് എനിക്ക് ജോലിയും ഇല്ല, ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വന്നിരിക്കുവാണ്, ഒന്നും ചെയ്യാനും ഇല്ല. അപ്പൊ ഇതൊക്കെ തന്നെ ചെയ്യാം. ആൻഡ് ഈറ്റ് അറ്റ് ട്രിവാൻഡ്രത്തിൽ ചില സമയത്ത് റിവ്യൂവിന് വിളിക്കും. അന്ന് ഈ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ റിവ്യൂവിന് പേയ്മെന്റ് മേടിക്കുന്നല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നമ്മളിങ്ങനെ വന്ന് ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം, സോഫ്റ്റ് ലോഞ്ച് ആണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ആ സമയത്ത് അപ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിലും ഈസി ആക്സസ് ടു എ ലോട്ട് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിവ്യൂ ആയിട്ടല്ലെങ്കിൽ പോലും അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇടും. അപ്പം എനിക്ക് കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻസ്റ്റഗ്രാം മോഡൽ മാറുന്നതനുസരിച്ച് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ആയി തുടങ്ങി, വീഡിയോസ് ഇട്ട് തുടങ്ങി. വീഡിയോസ് കഴിഞ്ഞ് വോയിസ് ഓവർ ചെയ്ത് തുടങ്ങിയ ആൾക്കാർ, അങ്ങനെ വോയിസ് ഓവർ. അപ്പോൾ ഞാൻ മലയാളത്തിൽ ചെയ്തു, പിന്നെ എനിക്ക് മാറി നിൽക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇംഗ്ലീഷ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് റീല് വന്നു കോവിഡ് സമയത്ത്. അങ്ങനെ റീലിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇൻസ്റ്റഗ്രാം കൊണ്ടുവന്നു അപ്പോഴൊക്കെ അതിലേക്ക് ചാടിയോ. ഹോപ്പിംഗ് ഓൺ ദ ബാൻഡ് വാഗൺ ആണ്. അതെ, പക്ഷെ ഞാൻ ഓടിയതിന്റെ പേസ് അത്ര ഫാസ്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്പേഴ്സ് വൈസ് എന്നെക്കാളും മച്ച് ലേറ്റർ തുടങ്ങിയ ആൾക്കാർ ഹാവ് ഹിറ്റ് മില്യൻസ്, ഹാവ് ഹിറ്റ് 500K. ഓഫ് കോഴ്സ് ഐ ഗിവ് ഡ്യൂ ക്രെഡിറ്റ്സ് ഫോർ ദി കൈൻഡ് ഓഫ് എഫേർട്ട് ദേ പുട്ട് ഇൻ ടു ക്രിയേറ്റ് വീഡിയോസ്. ഐ സ്റ്റിൽ ഡിൻ വോണ്ട് ഫോളോ ദ ട്രെൻഡ്. ഹോപ്പിംഗ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറയുമ്പോൾ മേജർ ചേഞ്ചസിലോട്ട് മാത്രമാണ്, നോട്ട് അക്കോർഡിംഗ് ടു ട്രെൻഡ്. ഇപ്പോൾ റീൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇൻസ്റ്റഗ്രാം റിലീസ് ചെയ്തപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവിടെ റീലിൽ ചെയ്താലേ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു പോയിന്റ് ആകുമ്പോഴാണ് ഞാൻ റീലിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് എവർ ചേഞ്ച് കുഡ് ബ്രിങ് ഇൻ, എന്നെ ബ്രാൻഡാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ വാട്ട് എവർ ഐ കുഡ് ഡു ഐ വുഡ് ഡു. പക്ഷെ ഒരു ട്രെൻഡിൽ ഹോപ്പ് ഇൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് എനിക്കില്ലായിരുന്നു. അങ്ങനെ തുടങ്ങിയാണ് ഇടയ്ക്ക് വെച്ച് താങ്ക് ഗോഡ് ഐം ഫാറ്റ് എടുത്ത് മാറ്റി. താങ്ക് ഗോഡ് ഐം ഫാറ്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് കുറേ പേര് കുറേ കഴിഞ്ഞു വന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് കോവിഡ് സമയത്ത് നല്ലപോലെ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ എനിക്കൊന്നും ചെയ്യാനില്ല കോവിഡ് സമയത്ത്. അപ്പോൾ ഫുൾ അഗ്രസീവ് ആയിട്ട് അതെ ഒരു മൈൻഡ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, കാരണം ഐ എം എ വെരി എക്സ്ട്രോവേർട്ടഡ് പേഴ്സൺ. അതിനകത്ത് എന്നെ പൂട്ടിയിട്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ കുറേ പേര് ഇഫ് യു കോൾ യുവർ സെൽഫ് ഫാറ്റ് നമ്മളെയൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അതെ. അപ്പൊ പുള്ളി പറഞ്ഞു ദെൻ കോൾ us obese എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ നൈസായിട്ട് വിചാരിച്ചു പതുക്കെ ഇവൻച്വലി എനിക്ക് എൻ്റെ പേര് തന്നെ ഒരു ബ്രാൻഡായിട്ട് മാറ്റണം, അതങ്ങ് ഡ്രോപ്പ് ചെയ്യാം. പിന്നെ കുറെ പേര് പറഞ്ഞു യു ആർ പ്രൊമോട്ടിങ് ഫാറ്റ്നെസ് എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ മെസ്സേജ്, യു ആർ പ്രൊമോട്ടിങ് പീപ്പിൾ ബീയിങ് ഫാറ്റ്, ദിസ് ഇസ് നോട്ട് ഹെൽത്തി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പിന്നെ അഞ്ജന ഗോകുമാർ മതി പോ. പിന്നെ അതിൽ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അതിലെങ്ങനെ ബെറ്റർ ആവാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബ്രേക്ക് ത്രൂ ഫോർ മീ വാസ് വോയിസ് ഓവർ റീൽസ് വോയിസ് ഓവർ ആയപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ വേവേർഡ് ഗോർമെ അഫ്ലാഹെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഖത്തറിൽ ചെയ്യുന്ന നോർത്ത് കേരളയിൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നൊരു പുള്ളിയുണ്ട്.
ഇപ്പൊ കേരള കമ്മ്യൂണിറ്റിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേരള ഫുഡ് ബ്ലോഗേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അവിടെ അങ്ങോട്ടൊരു കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം കേരള ഫുഡ് ആയാലും വേവേർഡ് ആയാലും ബൽമ ആയാലും ഓരോരുത്തർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഈറ്റ് ലൈക്ക് ജോ ആയാലും വേവേർഡ് ആണ് ആദ്യമായിട്ട് ഞാൻ മലയാളം വോയിസ് ഓവർ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എനിക്കിത് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വേവേർഡിന് മെസ്സേജ് അയക്കുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അതിനകത്ത് വോയിസ് ഓവർ ചെയ്യാൻ പറ്റും. അപ്പോഴും ഐ കെപ്റ്റ് മൈ ഓൺ സ്റ്റൈൽ. വെൻ അതർ പീപ്പിൾ ആർ റിവ്യൂയിങ് റെസ്റ്റോറൻറ്റ്സ്, ഇപ്പം ഞാൻ ചെട്ടിനാട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് നാട്ടുകോട്ടൈ ചെട്ടിയാർസ് എങ്ങനെ, അതിനെന്തിനാണ് ചെട്ടിനാട് കുസീൻ എന്ന് വിളിക്കുന്നത്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, റിസർച്ച് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ വായിച്ച് അതിനെപ്പറ്റി ഐ ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വെൻ ഇറ്റ് കംസ് ടു ഫുഡ്. എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇതെന്തിങ്ങനെ ഇതങ്ങനെ, ഫുഡിനെ പറ്റി മാത്രമാണ് എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത്. ജനറിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കണം. അപ്പം അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് വോയിസ് ഓവേഴ്സ്. അന്ന് ഐ വെന്റ് ഫ്രം അറൌണ്ട് 10,000 to 30,000 ഇൻ എ സ്പാൻ ഓഫ് നോ ടൈം. ഐ തിങ്ക് ഒരു 2-3 months ഇറ്റ് ഹിറ്റ് ഓഫ്. മലയാളത്തിലായിരുന്നു വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരുന്നത്. ഐ എം വെരി ഓണസ്റ്റ് അബൌട്ട് മൈ ഫുഡ്. ഐ don't take money for reviewing food. If I'm doing a video, I tell them എനിക്ക് ഫുഡ് ഞാൻ കഴിക്കാം, എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തു തരാം. ഒരു മിസ്കോൺസെപ്ഷൻ ഉള്ള ഒരു സാധനമാണ്. ലൈക്ക് അവൻ കാശ് വാങ്ങിച്ചിട്ട് വേണ്ട ഇത്രയും ഊള സാധനത്തിനെ പറ്റി നല്ല റിവ്യൂ ഇട്ടേക്കുന്നു. ടേസ്റ്റ് ഇസ് വെരി സബ്ജക്റ്റീവ്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പൊ എനിക്ക് ഒരിടത്തെ ഷവർമ അല്ലെങ്കിൽ ഒരിടത്തെ ഷവായി ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിനകത്ത് കുറെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നൊസ്റ്റാൾജിയ കാണാം, ആ ഏരിയയിലായിരിക്കും ഞാൻ വളർന്നത്. ഇന്ത്യൻ കോഫി ഹൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവിടുത്തെ മട്ടൻ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ അമ്മ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എവിടെ പോയാലും കൊണ്ടുപോയി, എന്നാൽ വായി വെക്കാൻ കൊള്ളാത്ത കുറെ സാധനങ്ങൾ അവർ കൊണ്ടുപോയി. ഞാൻ ഈ ഇടയ്ക്ക് എന്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഇതിനൊരു ഡിസ്കഷൻ ഇട്ടായിരുന്നു. നത്തിങ് സ്ട്രോങ്ങർ ദൻ നൊസ്റ്റാൾജിയ വെൻ ഇറ്റ് കംസ് ടു ടേസ്റ്റ് ദാറ്റ്. അപ്പോൾ ഒരാൾ അതിനെ ആക്ച്വലി കൗണ്ടർ ചെയ്ത് വൺ മോർ പോയിന്റ് പറഞ്ഞു. നൊസ്റ്റാൾജിയ സെക്കൻഡ് പ്ലേസ് എടുക്കത്തുള്ളൂ, ഹങ്കർ കംസ് ഫസ്റ്റ്. വിശന്ന് പോയിരിക്കുമ്പോൾ എല്ലാത്തിനും ടേസ്റ്റ് ആണ്. അപ്പൊ ഹങ്കർ നൊസ്റ്റാൾജിയ അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ നൊസ്റ്റു അടിച്ചിട്ടായിരിക്കും പോയി കഴിക്കുന്നത്. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ്, നമ്മളങ്ങ് റിവ്യൂ ഇടും. എനിക്ക് ഇവിടെ ഒലിവ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്, അവരുടെ ലെബനീസ് മന്തി ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇങ്ങനെ അത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വലിയ കാര്യത്തിൽ പുള്ളിയെ അവിടെ കൊണ്ടുപോയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പറഞ്ഞുകൊണ്ട് ഈ ഇത്രയും വെള്ളം പൊരിക്കുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മന്തി. അപ്പൊ ഞാൻ മന്തി റെഫർ ചെയ്യുമ്പോൾ ഞാൻ പറയും ഒലിവാണ്. ആക്ച്വലി ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരുപാട് പോകുന്നതും എന്റെ സിസ്റ്ററിലോ ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോകാറുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കൊള്ളാവുന്ന ഒത്തിരി ഫുഡ് ഉണ്ട്. അതെല്ലാം റിവ്യൂ ചെയ്ത് നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാലും ചിലപ്പോൾ ഒരു 5 തവണ പോകുമ്പോഴും അത് ഇഷ്ടപ്പെട്ടു, അതേ ടേസ്റ്റ് ആണ്, അപ്പം മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ് ചെയ്യുക. I have 2-3 modes for this. First thing I want to make clear is I'm not a review blogger at all. ഞാനൊരു റിവ്യൂ ബ്ലോഗറിനെ പോലെയല്ല എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഐ ട്രൈ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. എനിക്ക് ഭയങ്കര ഓപ്പൺ ടു ട്രൈയിങ് ന്യൂ ഫുഡാണ് ഞാൻ. ആൻഡ് ഐ എം വെരി ക്യൂരിയസ്. ഐ എം മോർ ഓഫ് എ ഫുഡ് നോ ഹൗ ബ്ലോഗർ. ഇപ്പം എൻ്റെ നോ യോ ഫുഡ് എന്ന് പറഞ്ഞ സീരീസ് തന്നെ I don't think anyone has replicated because I do so much reading and I get to work in this industry quite a lot. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഐ എം മോർ ഓഫ് എ ഈ ഫുഡിൽ കായമുണ്ട്, അപ്പോൾ കായം എന്താണ് സംഭവം, കായം എവിടെ നിന്നാണ് വരുന്നത്, കായത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, അങ്ങനെയാണ് ഞാൻ നോയോ ഫുഡ് ഇടുന്നത്. ഇപ്പം ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഒരു നോയോ ഫുഡിൻ്റെ എപ്പിസോഡ് പെട്ടെന്ന് തോന്നുന്നത്. അപ്പോൾ റിവ്യൂ സൈഡ് നോക്കുമ്പോൾ ഐ ഡു 2-3 modes. ദാറ്റ് ഈസ് വൺ, എന്നെ ചിലവർ വിളിക്കും, എൻ്റെ ഫുഡൊന്ന് ട്രൈ ചെയ്തിട്ട് പറയാമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങും. ആൻഡ് ഐ ടെൽ ദം ഞാൻ പേയ്മെൻറ്റ് മേടിക്കത്തില്ല, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് ട്രൈ ചെയ്യാം, സമയം കിട്ടുമ്പോൾ ഞാൻ വരാം, അന്ന് ഞാൻ ട്രൈ ചെയ്യുന്ന ഫുഡ് ഷൂട്ട് ചെയ്ത് വെക്കാം. ഇഫ് ഐ എം സാറ്റിസ്ഫൈഡ് ഐ പോസ്റ്റ് ഇറ്റ് എന്നുള്ള രീതിയിൽ. ഇങ്ങോട്ട് വിളിക്കുന്ന കോൾസിന് ഞാൻ അങ്ങനെയാണ് പറയാറ്. ക്ലൗഡ് കിച്ചൺ ആണെങ്കിൽ അയച്ചു തരും, ചില സമയത്ത് ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു 5 പ്രാവശ്യം പോയി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയ സാധനം ഞാനിങ്ങനെ ആലോചിക്കും ഇതെന്താ ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ആ റെസ്റ്റോറൻറ്റ് ചെയ്യും. എനിക്കൊരു മൂന്നാമത്തെ ആംഗിളുണ്ട്, അതാ എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഈ നൂക്കൻ കോർണേഴ്സിൽ ഇരുന്ന കടകൾ ഞാൻ വീഡിയോ ചെയ്യത്തില്ല. കാരണം അവിടെ തിരക്ക് കൂടി പിന്നെ അവസാനം എനിക്ക് ഫുഡ് കിട്ടില്ല എന്നുള്ള സങ്കടം കാരണം ഞാനത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കടകളുണ്ട്. അല്ലാതെ ഇപ്പം ഞാനും കീർത്തന എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടും കൂടെയാണ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു കടയാണ് പലാരം. കൊച്ചിയിൽ എപ്പോൾ പോയാലും നമ്മൾ ട്രെയിൻ ഇറങ്ങി ആദ്യം പലാരത്ത് പോകും. എല്ലാ പ്രാവശ്യവും പോയി ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും. പോയി ഇഷ്ടപ്പെട്ട് ഒരേ 2 ഡിഷ് നമ്മൾ റിപ്പീറ്റഡ്ലി ഓർഡർ ചെയ്യാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മളെന്താ ഈ ഡിഷിനെ പറ്റി ഇടാത്തേ, അപ്പോൾ ഇങ്ങനെ കരുതുന്നു ഇത് ഇടണോ, നമുക്ക് പിന്നെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കിപ്പോൾ കുറേ സീറ്റിംഗ് സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല ഇടാം, അവർക്ക് കാക്കനാട് ഔട്ട്ലെറ്റ് ഉണ്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഷൂട്ട് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഓണർ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത്, അഞ്ചന പറഞ്ഞില്ലല്ലോ വീഡിയോ എടുത്തു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടതാ അങ്ങനെ. അപ്പോൾ എപ്പോഴും പേയ്മെന്റ് കൊടുത്ത് തന്നെയാണ് കഴിക്കുന്നത്, അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെയും ചെയ്യാറുണ്ട്. ഇഫ് ഐ എം റിവ്യൂയിങ് എ സ്പേസ് മോസ്റ്റ്ലി ഇറ്റ് ഇസ്
ലൈക്ക് ദാറ്റ്. അല്ലാതെ എന്ന് പറയുന്നത് ഇപ്പൊ വിളിക്കും ചിലവർ വീഡിയോ ചെയ്യണമെന്ന് പറയും. അപ്പോഴും ഞാൻ പറയും വീഡിയോ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഇൻ കേസ് ഐ വുഡ് ട്രൈ പിച്ചിങ് ദം എ സീരീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോ യുവർ ഫുഡ് പോലെ ഇപ്പോൾ അവർക്ക് 4 യുണീക്ക് ഡിഷസ് ഉണ്ട്. അതിനെ ഞാൻ എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും? അവിടെ റിവ്യൂ ആയിരിക്കില്ല പറയുന്നത്. നമ്മൾ മിസ്റ്റീൻ മോർ നോയ ഫുഡാണ് പ്ലാൻ ചെയ്തത്. നോയ ഫുഡ് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അവിടെ കുറെ ഐറ്റംസ് ഉണ്ട് ദാറ്റ് ഐ ക്യാൻ ഹൈലൈറ്റ് വിത്ത് സെസ് കടി ചാവൽ. കടി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നോയോ ഫുഡ് ചെയ്യാൻ പറ്റും. വേർ ദ ബ്രാൻഡ് ഓൾസോ ഗെറ്റ്സ് ഇറ്റ്സ് പ്രൈസ് ആൻഡ് ഐ വുഡ് ചൂസ് വാട്ട് എവർ ഐ ലൈക്ക് എന്നുള്ളതായിരുന്നു ഞാൻ പറയുന്നത്. വാട്ട് എവർ ഐ ഹവ് ഹാഡ്. അപ്പം കടി ചാവൽ ആൻഡ് വാട്ട് എവർ ഐ ഷോഡ് ഇൻ ദ വീഡിയോ ആർ തിങ്സ് ഐ ഹവ് ഈറ്റൺ ഫ്രം മിഷ്ടി ആൻഡ് മോർ ബിഫോർ. അപ്പം ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് വാട്ട് ഐ ക്യാൻ ഷോ. കഴിക്കാത്തൊരു സാധനം ഞാൻ ഇത്രയും നാൾ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനോട് സംതിങ് ഐ കനോട്ട് go along with it. It's something I feel like I lose my credibility with that. ഇപ്പൊ ഈ ബ്ലോഗിങ് ചെയ്യുമ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റ് ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം? ബിഗർ ദ പ്ലാറ്റ്ഫോം ബിഗർ ദ റീച്ച് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഫുൾ യൂട്യൂബ് ബ്ലോഗ് ഹാസ് മോർ റീച്ച് ദാൻ ഐ ഫീൽ ലൈക്ക് ഇൻസ്റ്റഗ്രാം. കാരണം ഒരു വൈഡർ ഓഡിയൻസിലേക്കാണ് നമ്മൾ കേറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബ് ഫെയിം has way more fame than an Instagram fame. Movie screen is a bigger audience than YouTube. YouTube has more audience than Instagram. അപ്പം I think the bigger the screen. അപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഹാസ് മോർ റീച്ച് കമ്പയർഡ് ടു ലൈക്ക് ആൾക്കാരുടെ മനസ്സിൽ എച്ചായിരിക്കുന്നത് ഞാൻ തോന്നുന്നു യൂട്യൂബ് വഴിയാണ്. ഫേസ്ബുക്കിൽ there is that particular crowd that has been on Facebook for a very long time and is very comfortable with Facebook. അവർ 100% ഈ ഒരു ഐറ്റത്തിന് കൺവേർട്ട് ആവണമെന്നില്ല. ബിക്കോസ് ദേ ക്യാൻ ബി എ ലിറ്റിൽ ഓൾഡർ ജനറേഷൻ ആയിരിക്കാം. വീഡിയോ വൈസ് വർക്ക് ആവണമെങ്കിൽ ഐ ഫീൽ യൂട്യൂബ് ഇസ് ദ ബെസ്റ്റ് ബെറ്റ്. തൊട്ട് താഴെ ഇൻസ്റ്റഗ്രാമും ഉണ്ട്. ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2025 ഫുഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗിംഗിൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താ? അയ്യോ, ഞാനിപ്പോൾ ഗോയ ജേർണലിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. നൊസ്റ്റാൾജിയ ഇസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ട്രെൻഡ് ഓഫ് 2025 എന്ന്. ജെൻസി അവർക്ക് നൊസ്റ്റാൾജിക് എന്ന് പറയുന്നത് നമ്മുടെ നൊസ്റ്റാൾജിയും ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? പക്ഷെ നമ്മുടെ നൊസ്റ്റാൾജി ആയിരിക്കും അവരിനി ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് വിത്ത് നോ ഐഡിയ ഓഫ് എന്താണ് വാട്ട് ആർ ദേ ഫീലിംഗ് എന്ന് മനസ്സിലാക്കാത്ത നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റംസ് കം ബാക്ക് ചെയ്യും എന്നുള്ളൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ചായക്കടകളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലയട, കൊഴുക്കട്ട, അതൊക്കെ ഒരു കംബാക്ക് വന്നിട്ടുണ്ട്. ബോംബെ, ഡൽഹി Tier 1 റെസ്റ്റോറൻറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പഴയ കേരള ചായക്കടകളുടെ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ ആ ഗ്ലാസ് കേസിനകത്ത് നൊസ്റ്റാൾജിയാണ് ഇനി ഈസ് ഗോയിങ് ടു മേക്ക് എ കംബാക്ക് ഇൻ 2025 എന്നൊരു സംഭവം. ഫാഷൻ എടുത്ത് നോക്കിയാൽ തന്നെ വി ആർ ഗോയിങ് ബാക്ക് ടു ഓൾഡ് മണി, വി ആർ ഗോയിങ് ബാക്ക് ടു ഒരു കോർ ഡാഡ് ലുക്ക്. പണ്ടത്തെ പൈസയുള്ള അല്ലെങ്കിൽ ജനറേഷണൽ വെൽത്ത് ഉള്ള ലുക്ക് എങ്ങനെ പുൾ ഓഫ് ചെയ്യാം എന്നുള്ളതാണ്. വിത്ത് നോ ഐഡിയ ഹൗ ഇറ്റ് ലുക്ഡ് എന്നുള്ള രീതിയാണ് ഇപ്പൊ ജെൻസി ഓർ അവർ ഇപ്പൊ കൊണ്ടുവരുന്നത്. ഞാൻ അവർക്ക് പോലും ചില സമയത്ത് മനസ്സിലാവാൻ പറ്റാത്ത നൊസ്റ്റാൾജി ഇസ് ഗോണ മേക്ക് എ കം ബാക്ക് എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഐ ഓൾസോ സ്ട്രോങ്ലി ബിലീവ് 2025 ഇസ് ഗോണ ബി ഇയർ ഫോർ ഫുൾ ഓഫ് നൊസ്റ്റാൾജിയ. അപ്പോൾ ഫുഡൊക്കെ എടുക്കുമ്പോൾ ഇപ്പൊ പൊതിച്ചോറിനുണ്ടായ ഒരു ട്രാക്ഷൻ ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റ്സിന്. അതെ, വീട്ടിലെ ഊണ്, നാടൻ കറികൾ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇപ്പൊ പഴയ റെസിപ്പീസ് ചെയ്യുന്ന കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. പണ്ട് മറന്നുപോയ ഇപ്പൊ തിരുവാതിരയ്ക്ക് എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഐ തിങ്ക് നൊസ്റ്റാൾജി ഇസ് ഗോണ മേക്ക് എ ഹ്യൂജ് കം ബാക്ക്. I have always played around nostalgia. ഞാനിത് കംബാക്ക് വരും വിചാരിച്ചിട്ടല്ല. ഐ ഡു എ ലോട്ട് ഓഫ് സ്റ്റഫ് അറൗണ്ട് നൊസ്റ്റാൾജിയ. എനിക്ക് നൊസ്റ്റാൾജിയെ പറ്റി സംസാരിക്കാൻ ഐ ഫീൽ നൊസ്റ്റാൾജിയെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കേണ്ട, ഒത്തൻറ്റിസിറ്റിയെ പറ്റിയല്ല എന്ന്. കാരണം ഒത്തൻറ്റിസിറ്റി ഈസ് സച്ച് എ തിൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ ഇപ്പം ടോപ്പിക് തുടങ്ങിയപ്പോൾ സംസാരിച്ചല്ലോ, ടേസ്റ്റ് സബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഹാസ് എ ഹ്യൂജ് തിങ് ടു ഡു വിത്ത് നൊസ്റ്റാൾജിയ. അപ്പം ആ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ നമുക്ക് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ചെയ്യാൻ പറ്റി ഐ തിങ്ക് ഇറ്റ് വിൽ ഹിറ്റ്. കാരണം റിലേറ്റബിലിറ്റി ഈസ് എ ഹ്യൂജ് ഫാക്ടർ. എനിക്ക് ആക്ച്വലി നൊസ്റ്റാൾജിയ വെച്ചിട്ട് ഒരു വീഡിയോ 1 million അടിച്ചു. നമ്മുടെ ട്രെയിനിനകത്ത് പൊതിച്ചോറ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് വെറുതെ ഞാനും ഒരു ഫ്രണ്ടും കൂടെ അതിനെ തുറന്ന് അതിനകത്ത് തെളിവെയിലഴകും ലല്ലല്ല ആ പാട്ടിട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത 2 സെക്കൻഡ്. നൊസ്റ്റാൾജിയ കാരണം ആ വീഡിയോ പറന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. പീപ്പിൾ റിലേറ്റഡ് ടു ഇറ്റ് സോ മച്ച്. പണ്ട് ട്രെയിൻ ജേർണിയിൽ നമ്മൾ പൊതിച്ചോറ് എടുത്തോണ്ട് പോകുന്നതും അത് തുറക്കുമ്പോൾ ഉള്ള മണവും എവ്രി വൺ ഹാസ് സംതിങ് ടു റിലേറ്റ്. നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഫാക്ടർ ഐ തിങ്ക് ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് എ ലോട്ട് ടു എൻഗേജ്മെന്റ് ആൻഡ് വിത്ത് ദാറ്റ് ഇൻക്രീസസ് വാട്ട് എവർ. നൊസ്റ്റാൾജിയ പോലെ തന്നെ 2025 ഡു യു തിങ്ക് ഹെൽത്തി ഈറ്റിംഗ് അതൊരു കംബാക്ക് അല്ല അതൊരു സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാൻ? ഹെൽത്തി ഈറ്റിംഗ് ഈസ് ഓൾവേസ് ഒരു ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഗ്രാഫ്. കളക്റ്റീവ്ലി നോക്കിയാലും ഇൻഡിവിജ്വലി നോക്കിയാലും നമ്മൾ ഒരു 2-3 മാസം ഇങ്ങനെ ഹെൽത്തി ആയിട്ട് പോകും. ഇടയ്ക്ക് വെച്ചൊരു ഡിപ്പ് വരും. പിന്നെ നമ്മൾ റെസൊല്യൂഷൻ, പിന്നെ മിഡ് ഇയർ ഉപയോഗിക്കാൻ പാടില്ല. അതെ,
അതും പിന്നെ ഓരോ ഓരോ എക്സ്ട്രീംലി ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് രാവിലെ സ്മൂതി കഴിക്കുന്നതും ഓവർനൈറ്റ് ഓട്സ് കഴിക്കുന്നതും ഉച്ചയ്ക്ക് സാലഡ് കഴിക്കുന്നതും രാത്രി ജ്യൂസ് കുടിക്കുന്നതാണെന്ന് എല്ലാത്തിൻ്റെ എക്സ്ട്രീംസ് ഉണ്ട്. ഐ തിങ്ക് എവറിത്തിങ് ക്യാൻ ബി എ ബാലൻസ്. ഹെൽത്തി ഈറ്റിംഗ് വിൽ ഡെഫിനറ്റ്ലി ബി വൺ ഓഫ് ദി ട്രെൻഡ്സ്. അത് ഇങ്ങനെ ഉണ്ടാകും. വീഗനിസം വാസ് ദെയർ, ഇടയ്ക്ക് വെച്ച് ഇറ്റ് പീക്ഡ്. I don't know where it will stand this year. I'm very curious to know. Meat eating has picked up. കുറേ പുറത്തത്തെ ക്രിയേറ്റേഴ്സ് ആർ ഡൂയിങ് ജസ്റ്റ് കാർണിവോർ ഡയറ്റ്സ് എന്ന് പറയുമ്പോൾ മീറ്റ് ആൻഡ് ബട്ടർ ആൻഡ് മീറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ഗുഡ് ഇറ്റ് ഈസ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ സേയിങ് ഡോണ്ട് സ്പ്രെഡ് ഫാൾസ് ഇൻഫർമേഷൻ എന്നൊക്കെ. പക്ഷെ ദർ ആർ ക്വൈറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ carnivorous diets. There's one specific vlogger who promotes it a lot. She eats sticks of butter, drinks raw milk, and eats meat. That's her diet. Raw meat or like? She cooks meat, but also eats raw meat. അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ മീറ്റ് ഈറ്റിംഗ് ഇൻ എ ഗുഡ് വേ ക്യാൻ ഓൾസോ ബി ഓൺ ദ റൈസ്. കാരണം നൊസ്റ്റാൾജിയ വിൽ ബ്രിങ് ബാക്ക് എ ലോട്ട് ഓഫ് നോൺ വെജിറ്റേറിയൻ ഫുഡ്, ഐ ഫീൽ. ഇപ്പൊ ഇന്ത്യൻ വ്ളോഗേഴ്സും അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ ഇപ്പം നേരത്തെ നൊസ്റ്റാൾജിയുടെ കഥയും തട്ടുകടയിലെ ദോശയും ചായക്കടയിലെ പഴംപൊരിയും പറഞ്ഞ പോലെ പുറത്തുള്ള വ്ളോഗേഴ്സ് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. മലയാളത്തിലുള്ള പാട്ടുകളായിക്കോട്ടെ, മൂവീസിന്റെ സീൻസ് ആയാലും. അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഫോറിനേഴ്സ് ഒത്തിരി മറ്റേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓഡിയൻസ്, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ എണ്ണം, പൊതുവെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഭീകരമായ കൺട്രിയാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ എന്തെങ്കിലും സാധനം ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ ഫുൾ കുടുംബമായിട്ട് നമ്മൾ ചെല്ലും. അതെ, പൊങ്കാല അവർക്ക് റീച്ച് ആണ്. ഇതിന് വേറെ രണ്ട് സൈഡ് ഞാൻ ഈ പറഞ്ഞ പോലെ, ഒന്ന് റീച്ച് കൂടാൻ സാധ്യതയുണ്ട്, പിന്നെ ഇവിടുത്തെ നമ്മുടെ ലോക്കലി ഉള്ള ഒത്തിരി പലഹാരങ്ങളും ഇതെല്ലാം ആൾക്കാരുടെ മീൻസ് പുറം രാജ്യങ്ങളിലും നാടുകളിലും എത്തുന്നുമുണ്ട്. ഇന്ത്യ എന്നുള്ളൊരു ഓൾ നേഷന്റെ ഫുഡ് ബേസ്ഡ് ഞാൻ പറയാം. ഫുഡിനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ബിക്കോസ് എവറി 50 kilometers ക്വിസീൻ ചേഞ്ച് ചെയ്യും, ലെസ് ദൻ 50 kilometers ക്വിസീൻ ചേഞ്ച് ചെയ്യും. കേരളത്തിൽ എത്ര ഭക്ഷണം അറിയാമെന്ന് വെച്ചാൽ പോലും നമ്മൾ കഷ്ടപ്പെടും. കാരണം നോർത്ത് കേരളയുടെ പാതി കൂടുതൽ സാധനങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മുടെ പാതി കൂടുതൽ സാധനങ്ങൾ നോർത്ത് കേരളയ്ക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ സെൻട്രൽ കേരള അവിടെ നിന്ന് ചിരിക്കും, ലൈക്ക് നമ്മുടെ നിങ്ങൾക്കും അറിയത്തില്ല. കേരള ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് അപ്പം, മീൻ മോളി, കരിമീൻ പൊള്ളിച്ചത് അവിടെ തീരുന്നു. പക്ഷെ സൗത്തിലേക്ക് വരുമ്പോൾ ഉള്ള തീയലും കാരാവട, അടദോശ, അവിയൽ എവിടെയോ അങ്ങ് മുങ്ങിപ്പോവും. അതേസമയത്ത് നോർത്തിൽ പോകുമ്പോൾ തലശ്ശേരി ബിരിയാണി, ഉന്നക്കായ, അതിലങ്ങ് ഇതായി പോവും. മുട്ടമാലയും മുട്ടസുറുക്കയൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങ് മുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഒരു ഹോൾ നേഷൻ്റെ ഫുഡ് കവർ ചെയ്യാൻ ഭയങ്കര പാടാണ് നമ്മൾ ആസ് ഇന്ത്യൻസ്. അത് കുറേ നാള് പുറത്ത് നാൻ ബ്രെഡ്, ബട്ടർ ചിക്കൻ, റൈസ്, സമോസാസ്, പാറ്റീസ്, ഇതായിരുന്നു ഇന്ത്യൻ ഫുഡ്. ഈവൻ ടുഡേ അതാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് that our food is being explored by people abroad. Our food is explored in the intensity it is being explored in. That is, ഇപ്പോൾ സാറാ ടോഡ് വന്ന് ചെയ്യുന്നതായാലും, കുക്കിംഗ് ചാനൽ ചെയ്യുന്നൊരു പുള്ളിയുണ്ട്, ഹൂ പ്ലാന്റ് ഫ്യൂച്ചർ എന്നും പറഞ്ഞിട്ട്, ഹീ ടേക്സ് സ്റ്റേറ്റ്സ്. പുള്ളി സ്റ്റേറ്റ്സ് എടുത്തിട്ട് അവിടുത്തെ നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത ഡിഷൊക്കെ ഉണ്ടാക്കും. പുള്ളി പുട്ടും കടലക്കറി ഉണ്ടാക്കി. ഇപ്പോൾ സാറാ ടോഡും പുട്ടും കടലക്കറി ഉണ്ടാക്കി. എന്ത് ക്ലോസ് ടു ദ റെസിപ്പിയുടെ പുള്ളിക്കാരി അമ്മിക്കല്ലിൽ അരച്ചത്, അരപ്പ് വരെ. ഐ വാസ് സോ ഹാപ്പി. അല്ല, ഞാൻ ആ വീഡിയോ കണ്ടു, പുട്ടും കടലക്കറി ഉണ്ടാക്കണം. ഇങ്ങനെയാണോ ഈ കടലക്കറി ഉണ്ടാക്കണം? ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കടലക്കറിക്ക് പോലും 20,000 റെസിപ്പി ഉള്ളൊരു നാടാണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഒത്തന്റിസിറ്റി ഈസ് ബീങ് ക്വസ്റ്റ്യൻഡ്. നമ്മുടെ ഇവിടുത്തെ സാമ്പാറിൽ തേങ്ങ അരച്ച് ചേർത്താൽ നമ്മളിങ്ങനെ തേങ്ങയോ സാമ്പാറിലോ എന്ന് ചോദിക്കും. നോർത്ത് കേരളയിൽ പോയി നിങ്ങൾ സാമ്പാറിൽ തേങ്ങ ഇടത്തില്ലേ എന്ന് ചോദിക്കും. എൻ്റെ വീട്ടിൽ രസത്തിൽ പരിപ്പ് ചേർക്കത്തില്ല, വെറും പുളിവെള്ളവും വെളുത്തുള്ളിയും എരിവിന് നല്ല മുളകുമാണ്. പാലക്കാട് ഭാഗത്ത് പോയാൽ പരിപ്പിട്ടേ രസം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരു റെസിപ്പിയാണ് ഒന്നിനെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. ദോശപ്പൊടിയില്ലേ, അതുപോലും 10-20,000 റെസിപ്പി കാണും. ചിലവർ എള്ളിടും, ചിലവർ എള്ളിടത്തില്ല, ചിലവർ കുരുമുളക് ഇടത്തില്ല, ചിലവർ നല്ല മുളക്. അങ്ങനെ അത് നല്ല മുളകും കുരുമുളകും ഒന്നാണ്, പറയുന്ന രീതി തന്നെ വേറെയാ. ഒന്നിനും നമുക്ക് പിൻ പോയിന്റ് പറ്റത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് ദെർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ട്രൈയിങ് ടു ഡിസ്കവർ ഫുഡ്. നമുക്ക് തോന്നുമ്പോൾ അവർ വന്ന് ചായക്കട വന്ന് റിവ്യൂ ചെയ്തിട്ട് പോയി. പക്ഷെ പുറത്തുള്ളവർ, അവരുടെ ഓഡിയൻസിന് ദാറ്റ് കോൺസെപ്റ്റ് മൈ ബി വെരി ഫാസിനേറ്റിംഗ്. കാരണം അവർ വന്ന് കാണുന്ന ഇന്ത്യ ഓർ കേരള മസ്റ്റ് ബി ഹൗസ് ബോട്ടും കണ്ട് മീൻ പൊള്ളിച്ചതും കഴിച്ച് ഒരു ചായയും കുടിച്ച് പോകുന്നവരായിരിക്കും. ഓർ ടോഡി ഷോപ്പാണ് നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. നമ്മൾ കേരള എന്ന് കാണുമ്പോൾ ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നു, കരിമീൻ പൊള്ളിക്കുന്നു, അപ്പം ചുടുന്നു, തീർന്നു.
ഇതിനകത്ത് തന്നെ എന്തോരം ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന്. അതിപ്പോ മറ്റേ ഈ ഇതുപോലെ ഫോറിനേഴ്സ് വന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് നമ്മൾ തന്നെ അറിയുന്നത് അങ്ങനെയാണ്. പ്ലാൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന ഗുജറാത്തിൽ ഇങ്ങനെയൊക്കെ ഡിഷ് ഉണ്ടല്ലേ. പുള്ളി മ്യൂസിക് വരെ ഭയങ്കര കിടിലായിട്ട് സെലക്ട് ചെയ്യുന്നത്, നമുക്ക് പോലും അറിയാത്ത രീതിയിൽ. വി ആർ കളർഫുൾ, വി ആർ എ വെരി കളർഫുൾ നേഷൻ. അപ്പം ഇന്ത്യനെ സെല് ചെയ്യാൻ പറ്റുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, ഓൺലി നമ്മളാണ് ടാപ്പ് ചെയ്യാത്തത് ആ പൊട്ടൻഷ്യലിലേക്ക്. അതിന് ഹിസ്റ്ററി വെച്ച് സെല് ചെയ്യാം, നമുക്ക് അതിന്റെ ഡൈവേഴ്സിറ്റി വെച്ച് സെല് ചെയ്യാം, നമുക്കുള്ള ഫുഡ് വെച്ച് സെല് ചെയ്യാം, നമുക്കുള്ള കൾച്ചർ വെച്ച് സെല് ചെയ്യാം, നമ്മുടെ ഫെസ്റ്റിവൽസ് വെച്ച് സെല് ചെയ്യാം, നമ്മുടെ ഫാഷൻ വെച്ച് സെല് ചെയ്യാം, നമ്മുടെ ആർട്ട് ഫോം വെച്ച് സെല് ചെയ്യാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ തന്നെ ഒരു 100 ഡൈവേഴ്സിഫിക്കേഷൻ കാണും. അതിൽ ഏതെങ്കിലും ഒരു സാധനത്തിൽ ടാപ്പ് ഇൻ ചെയ്തൊരു പ്രൊഡക്ഷൻ തുടങ്ങിയാൽ മതി, നമുക്ക് കോണ്ടന്റിന് ഒന്നും കാണത്തില്ല. കുൾമനാണോ കൾമനാണോ പ്രൊണൗൺസിയേഷൻ, ഐ എം സോ സോറി ഇഫ് ഇറ്റ് ഇസ് റോങ്. പുള്ളി ഡസ് വീഡിയോസ് ഇൻ ദിസ് മോസ്റ്റ് എസ്തെറ്റിക് ഷോട്ട്സ് ഒക്കെ എടുത്തിട്ട് മ്യൂസിക് ഇട്ടിട്ട് ഇന്ത്യയുടെ പല പല സാധനങ്ങളാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്ത് നമുക്ക് അതിൽ വേണമെങ്കിൽ പിടിച്ച് കയറി ഡൈവേഴ്സിഫൈ ചെയ്യാം നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ രീതിയിൽ. അപ്പോൾ പുള്ളി ഫുഡ് കാണിക്കുന്നുണ്ട്, കൾച്ചർ കാണിക്കുന്നുണ്ട്, ആർട്ട് ഫോം കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ നമ്മൾ ഒരു ടോപ്പിക് എടുത്താൽ മതി, അതിൽ തന്നെ നമുക്ക് കിട്ടും ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഒരു ബ്ലോഗറിന് ഇപ്പോൾ കേരള ഫുഡിനെ പറ്റി ബ്ലോഗ് ചെയ്യണം, എന്തൊക്കെ ചെയ്യാം, അതിനെ ഡൈസെക്ട് ചെയ്ത് 3 ആക്കിയിട്ട് സൗത്ത് കേരള ബ്ലോഗർ ആവാം, അല്ലെങ്കിൽ ഞാൻ സെൻട്രൽ കേരള ബ്ലോഗർ ആവാം, അല്ലെങ്കിൽ ഞാൻ നോർത്ത് കേരള ബ്ലോഗർ ആവാം. ഇനി അതും വേണ്ട, ഓവറോൾ കേരള ഫുഡിനെ ഞാൻ ഫെസ്റ്റിവൽ ബ്ലോഗർ ആവുകയാണ്. ഞാൻ ഫെസ്റ്റിവൽസ് വെച്ച് ഫുഡിനെ കാണിക്കാൻ പോവുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത കുഞ്ഞു 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 ഫെസ്റ്റിവൽസ് ഉണ്ടാവും. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വീടുകളിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ ഫുഡിനെ ഞാൻ ഹിസ്റ്റോറിക്കലി ഹിസ്റ്റോറിക്കൽ ഫുഡ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസിനെ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുകയാണെന്ന് പറയാം. റെസിപ്പീസ് ഡോക്യുമെന്റ് ചെയ്യാം, ഫൊർഗോട്ടൻ റെസിപ്പീസ് ഡോക്യുമെന്റ് ചെയ്യാം, പുതിയതായിട്ട് കേരളത്തിൽ എങ്ങനെ കുറെ ഫുഡ് വന്നു എന്ന് ഡോക്യുമെന്റ് ചെയ്യാം, പുതിയ ഫുഡ് ബിസിനസ്സിനെ ഡോക്യുമെന്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ഐഡിയാസ്. ജസ്റ്റ് ദറ്റ് വി നീഡ് ടു ട്രൈ ആൻഡ് സ്റ്റേ ഡിഫറെന്റ് ആൻഡ് വി ഷുഡ് സ്റ്റേ വാലിഡ്. ചുമ്മാ ഒരു 5 സാധനം മാത്രം കിട്ടുന്ന ഒരു ടോപ്പിക് എടുത്ത് 5 വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ നാളെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് പോകരുത്. വി ഷുഡ് ഡു ഇന്നഫ് റിസർച്ച്, അതിനകത്ത് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാം ഡിഫറെന്റ് ആയിട്ട്. അതുപോലെ നമ്മുടെ ഈ ഉത്സവങ്ങള്, പള്ളിപ്പെരുന്നാള്, പെരുന്നാളുകളിലൊക്കെ കാണുന്ന പ്രത്യേക ഐറ്റംസ് ഉണ്ട്. ഒരു ഉലുന്താട കേട്ടിട്ടുണ്ടോ? ഉലുന്താട എന്ന് പറഞ്ഞ സാധനമുണ്ട്, കോട്ടയത്ത് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഈ പള്ളിപ്പെരുന്നാളിന് മാത്രമേ ആ സാധനം കിട്ടത്തുള്ളൂ. ഒരു അരിയും കൊണ്ടുള്ള ഒരു ഐറ്റം ആണ്. ഒരു ഇങ്ങനെ മോതിരം പോലെ വിരലിടാൻ പറ്റും, വിരലിട്ട് ഇങ്ങനെ എല്ലാ വിരലിട്ടും ഇങ്ങനെ തിന്നാം. ഭയങ്കര ഉലുന്താട. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരുപാട്. നമുക്കിപ്പോ ഇവിടെ പൊങ്കാലയുടെ സമയത്ത് തേൻകുഴലും ആ ഒരു സ്ട്രീറ്റ് ഫുഡ് തന്നെ കവർ ചെയ്താൽ തന്നെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പൊ തേൻകുഴൽ ഈ ഒരു ഏരിയയിൽ മാത്രമേ കിട്ടത്തുള്ളൂ, കാരണം കന്യാകുമാരി നിന്നാണ് വെൻഡേഴ്സ് വന്ന് ഇവിടെ വന്നുണ്ടാക്കുന്നത്. മുന്തിരിക്കൊത്ത് കിട്ടും, മുന്തിരിക്കൊത്ത് കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുണ്ടാവുന്നതാണ്. സുഖിയൻ എല്ലാവർക്കും അറിയാം, എന്നാൽ അതിന്റെ സിസ്റ്റർ കൺസേൺ ആയ മുന്തിരിക്കൊത്തിനെ ആർക്കും വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ കാരാവട കിട്ടും ട്രിവാൻഡ്രത്ത്. ഉഴുന്നുവടയുടെയും പരിപ്പ് വടയുടെയും കുട്ടി എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. കാരണം പുറം ഒരു പരിപ്പ് വടയുടെ ക്രഞ്ചി ടെക്സ്ചറും ഉള്ളിലും ഉഴുന്നുവട പോലെ സോഫ്റ്റും ആയിരിക്കും. പക്ഷെ ഒരു തമിഴ് വേർഷൻ ഓഫ് ദ ഫുഡാണ്. 2 ചട്നിയായിട്ട്, കാര മീൻ സ്പൈസി കാരാവട. അത് നോക്കുമ്പോൾ തന്നെ അത് ആർക്കും അറിയത്തില്ല. അത് ഇന്നലെ ഞാനൊരു സാധനം കഴിച്ചു, ബോംബെ നിന്ന് വന്നിട്ട് ചെയ്തതാണ്. അവര് പരിപ്പ് വട ഉണ്ടാക്കുന്ന പോലെ പരിപ്പെടുത്ത് അരച്ചിട്ട് അതിനകത്ത് മട്ടനും കൂടി ഇട്ടിട്ട് പരിപ്പ് വട ഉണ്ടാക്കി. മട്ടൻ പരിപ്പ് വട സൂപ്പർ സാധനം. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ സാമ്പാർ ഉണ്ടായ കഥ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും വെൻ വി ലുക്ക് അറ്റ് ഇറ്റ്, ടിപ്പു സുൽത്താൻ ഇൻവേഡ് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് സൗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശിവാജി മഹാരാജിന്റെ ടാക്ടിക്സിന്റെ ഹെൽപ്പ് ചോദിക്കും. അപ്പോൾ സാംബാജിനെയാണ് അയക്കുന്നത്. പുള്ളി വരുമ്പോൾ പുള്ളിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ഡിഷാണ് ആംതി, ദാൽ കായ ഇട്ടിട്ടുള്ള ദാൽ, മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ ദാൽ. അതിന് തന്നെ 20,000 റെസിപ്പി വേറെ ഉണ്ടാവും. പുള്ളി വരുമ്പോൾ ഈ നമ്മൾ വരുമല്ലേ, രാജാവൊക്കെ വരുമല്ലേ, അപ്പം ഇവിടുത്തെ കുക്കിൻ്റെ അടുത്ത് നമ്മുടെ രീതിയിൽ അതിനെ എങ്ങനെ അടിപൊളിയാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ ഇതൊക്കെ കഥകളാണ്. ഇതിനകത്ത് എന്തോരം എനിക്ക് അറിയത്തില്ല. മുരിങ്ങയ്ക്കയും തക്കാളിയും നമ്മുടെ രീതിയിലൊക്കെ വരുന്നു, പുളി വരുന്നു, കായം വരുന്നു, ദാൽ ഒഴിക്കുന്നു, സാമ്പാറായി. പുള്ളിയുടെ പേരിൽ സാമ്പാർ. ഇതൊക്കെ പരിപ്പ് കറിയാണ് സാമ്പാറായത്. അതെ, പരിപ്പ് ബേസിക്കലി അത് ബേസ് പരിപ്പാണല്ലോ സാമ്പാറിന്റെ. ആൻഡ് ഈ ഒരു ട്രാവൽ സമയത്ത് ഈ സാംഭാജി അല്ലെങ്കിൽ ശിവജി മഹാരാജ് അവരൊക്കെ പ്രോട്ടീൻ റിച്ച് ആഹാരം കഴിക്കുന്നവരാണ്. മട്ടൻ, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, തമിഴ്നാട്ടിലും നല്ല മട്ടൻ ഇതുണ്ട്. പൂനെ മഹാരാഷ്ട്ര ഏരിയയിലും മട്ടൻ ഇസ് ഹെവി. ട്രിവാൻഡ്രത്തും മട്ടൻ ഇസ് ഹെവി. കാരണം ഇവരുടെ ആർമീനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടായതാണ്. വെൻ യു ലുക്ക് അറ്റ് തമിഴ്നാട് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ലുക്സ് ലൈക്ക് എ വെജിറ്റേറിയൻ സെൻട്രിക് പ്ലേസ്. മധുരയിലേക്ക് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഹോൾ തിങ് ചേഞ്ചസ്. നമുക്ക് മീറ്റിന്റെ പല ഭാഗങ്ങൾ, പല രീതിയിലുള്ള ഫുഡ്, ഒരു മീറ്റ് ഹേവൻ എന്നാണ് പറയാം. അപ്പൊ ആന്ധ്രാപ്രദേശിലെ കല്യാണി ബിരിയാണി എന്ന് പറഞ്ഞ സാധനം. കല്യാണി ബിരിയാണി ബേസിക്കലി ബീഫിനെ അവിടെ കല്യാണി എന്നാണ് വിളിക്കുന്നത്. എത്ര കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പോയപ്പോ ഇതുപോലെ കല്യാണി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണി വാച്ച് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നുള്ള താഴെ എഴുതി കാണിക്കണം കേട്ടോ. ഇത് ഈ ബിരിയാണി തന്നെ എന്റെ ഒരു വീഡിയോ പോസ്റ്റ് നല്ല റീച്ച് കിട്ടിയത് റാവുത്തർ ബിരിയാണിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു പാലക്കാട് പോയപ്പോ. അതിന്റെ ഹിസ്റ്ററി പറഞ്ഞോണ്ടൊരു വീഡിയോ. താഴെ മുട്ടനടി,
മലയാളി വേഴ്സസ് തമിഴ്നാട്. കുറെ മലയാളികൾ വന്നിട്ട് അത് ബിരിയാണി അല്ല എന്നെന്തോ പറഞ്ഞു. അപ്പൊ കുറെ നോർത്ത് ഇന്ത്യൻസ് വന്നിട്ട് ടൊമാറ്റോ ഇട്ട ബിരിയാണിയോ അത് ദാലെന്ന് വിളിച്ചാൽ പോരെ, എന്തോ ദാൽ എന്തോ അങ്ങനെ. ഏതോ ഒരാൾ മലയാളി ബിരിയാണി കേരള ബിരിയാണിയെ പറഞ്ഞു നിങ്ങൾ ഗീ റൈസ് ആണ് അതിനാണ് ബിരിയാണി എന്ന് വിളിക്കുന്നത്. അപ്പൊ തിരിച്ചു വന്ന് പറഞ്ഞു കണ്ണി കണ്ട പച്ചക്കറി എല്ലാം എടുത്തിടുന്ന എല്ലാ ബിരിയാണി എന്നും പറഞ്ഞാൽ അങ്ങോട്ട് വൻ ചീത്ത. ഞാൻ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോയില്ല. അവരങ്ങോട്ട് ഇവിടെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അദ്ദേഹത്തിന് രണ്ടിനും ടേസ്റ്റ് ഉണ്ട്, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തിട്ടുള്ള സ്വിഗ്ഗിയുടെ സാധനത്തിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുക. 80 മില്യണോ അത്ര കണ്ട് ബിരിയാണിയാണ്. മിക്ക കടകൾ എടുത്ത് നോക്കിയാല് ഒരു വേറെ കോൺസെപ്റ്റിൽ തുടങ്ങി അവസാനം സസ്റ്റെയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് റണ്ണിൽ അവർ ചെയ്യുന്നത് ബിരിയാണി വിൽക്കുകയാണ്. കാരണം ഒറ്റ മീലിൽ കാര്യം തീരും, എല്ലാവരും പെട്ടെന്ന് വന്ന് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. എനിക്കൊരു ഓപ്ഷൻ കണ്ടാൽ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല ബിരിയാണി അത്? അയ്യോ, എന്റെ ഫേവറേറ്റ് അജ്വ ബിരിയാണിയാണ്. അജ്വ. എനിക്ക് ശരണ്യ മെസ്സിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തമിഴ് സ്റ്റൈൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. സുപ്രീം ദരിയ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അജ്വയുടെ മട്ടൻ ബിരിയാണി ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ കുറേ നാളായി കഴിച്ചിട്ട്. എനിക്ക് ചെന്നൈ സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ആസിഫെ തുടങ്ങിയ സമയത്ത് ആ ഒരു ലോങ് ഗ്രെയിൻ റൈസ് ഇഷ്ടമായിരുന്നു. ടോപ്പ് 5 വരുമോയെന്ന് ചോദിച്ചാൽ അവിടെ കൺഫ്യൂസിങ് ആണ് എനിക്ക്. അത് ഇറ്റ് കുഡ് ബി യെസ് ഫോർ മെനി, നോ ഫോർ മെനി. ഇത് കൊടുക്കുവാണെങ്കിൽ നമ്പർ 1 ഞാൻ ഇടും, പക്ഷെ അത് എൻ്റെ ടേസ്റ്റ് ആണ്. പട്ടത്ത് LICയുടെ ഓപ്പോസിറ്റ് അമ്പലപ്പാട്ട് എന്നൊരു ചെറിയ കടയുണ്ട്. അമ്പലപ്പാട്ടിലെ ബിരിയാണി എനിക്കും എൻ്റെ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് പറഞ്ഞൊരു മസാല ചോറാണ്, പക്ഷെ ഞങ്ങൾക്കത് ബിരിയാണിയാണ്. അത് ഒരു ചിക്കൻ റോസ്റ്റും അരിയും കുറെ കിസ്മിസും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. അവരൊരു നാരങ്ങ അച്ചാറും സാലഡും കൂടെ ചേർത്താണ് തരുന്നത്. ആ മുട്ടയുടെ മഞ്ഞയും ആ മസാലയും ചോറും എല്ലാം കൂടി ഇങ്ങനെ നാരങ്ങ അച്ചാറും കൂടെ കുഴച്ചിങ്ങനെ കഴിക്കണം. എന്നിട്ടൊരു പെപ്സിയും കുടിക്കണം, അപ്പം ഹാപ്പി ആവും നമ്മൾ. എൻ്റെ രീതി ചെയ്യണം. ഞങ്ങൾ രണ്ടൊരു ക്രേവ് ചെയ്യുന്ന ബിരിയാണി അതാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ബിരിയാണി കഴിക്കാൻ തോന്നും. ഞാനൊരു ഹാഫ് ചിക്കൻ ബിരിയാണിയും ചേട്ടൻ ഒരു ഫുൾ ചിക്കൻ ബിരിയാണി വരും. ഞങ്ങൾ എക്സ്ട്രാ മുട്ട ബോയിൽ ചെയ്തിട്ട് നമ്മൾ അതിരുന്ന് കഴിക്കും. ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ അവിടുത്തെ ബീഫ് ഫ്രൈയും. ഊണ് കിട്ടുന്ന 5 സ്ഥലങ്ങൾ. എൻ്റെ ടോപ്പ് നമ്പർ 1 ഓൾവേസ് 100% ഇസ് ഹൈലാൻഡ് തമ്പാനൂർ. ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുള്ള ഹൈലാൻഡ് തമ്പാനൂർ മാഞ്ഞാലിക്കുള്ള റോഡിലിരിക്കുന്ന ഹൈലാൻഡിലെ സിറ്റി ക്വീനിലെ ഊണ്. ചോറ്, നല്ല തേങ്ങാരച്ച മീൻകറി, നെയ്മീൻ പൊരിച്ചത് കഴിക്കണം. അതിൻ്റെ കൂടെ ഇച്ചിരി വില കൂടുതലാണ്, പക്ഷെ ഈ 1 ഓഫ് സൺഡേസ് നമ്മൾ പൈസയൊക്കെ കൂട്ടി വെച്ച് പോവുകയാണെങ്കിൽ ഭയങ്കര കിടിലൻ മീലാണ്. ഉടങ്കൊല്ലി മുളക് ചമ്മന്തി, അവിയല്, മോര്. ആഹാ. കുഞ്ഞൂണാണെങ്കിൽ കൈലാസ് എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയൊരു കടയുണ്ട്, കിംസ് കഴിഞ്ഞിട്ട് ബേസിക്കലി ആ റോഡ് പോകുമ്പോഴത്തേക്കും. ഒരമ്മൂമ്മയും 2-3 പേര് നടത്തുന്ന അവിടെ മത്തി പൊരിച്ചതും ചോറും നാടൻ ഊണാണ്. വളരെ വിലക്കുറവാണ്. അങ്ങനെ ഇലാബറേറ്റ് സാധനങ്ങളൊന്നുമില്ല, പക്ഷെ കഴിക്കുന്ന സാധനത്തിന് എല്ലാം നല്ല ടേസ്റ്റാണ്. നല്ല മത്തി പൊരിച്ചതും ചോറും പരിപ്പും സാമ്പാറും ഒക്കെ കിട്ടും. എനിക്ക് നാരായണ ഭവൻ, സ്റ്റാച്യു നാരായണ ഭവൻ ടാൻഡത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഇപ്പോൾ അവിടെ നല്ല ചൂര പൊരിച്ചത്, ചിക്കൻ ഫ്രൈ, ചോറ്, പുളിശ്ശേരി കിട്ടും. ആ ചൂര പൊരിച്ചതിനെ നാരായണ ഭവനിൽ ചിക്കൻ പൊരിച്ചതുപോലെ കുറച്ച് പൊടി ഇട്ടും, മറ്റേ ഉടച്ച മുളകിൻ്റെ. ആഹാ, വാവ്. അതും പുളിശ്ശേരിയും ചോറും പപ്പടവും വെരി ടേസ്റ്റി. എനിക്ക് പാപ്പഞ്ഞാണിയിലെ ഊണ് അധികം ഇങ്ങനെ ഇലാബറേറ്റ് ഒന്നുമല്ല, പക്ഷെ പോയി കഴിയുമ്പോൾ അതേപോലെ കപ്പയും ഉടങ്ങല്ലി മുളക് ചമ്മന്തിയും ചിക്കൻ പെരട്ടും ചോറും കിട്ടും. വെരി ടേസ്റ്റി. തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല തട്ടുകടകൾ ഏതൊക്കെയാണ്? തട്ടുകടകൾ ഈസിലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു തട്ടുണ്ട്, TTCയുടെ. ഞാനിത് പബ്ലിസൈസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതാ, ഞാൻ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു തട്ടുകടയായിരുന്നു. എന്നാലും പറഞ്ഞുതരാം. TTCയുടെ ബാക്കിലായിട്ട് ഒരു കുഞ്ഞു തട്ടുകടയുണ്ട്, ആ സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ ഓപ്പോസിറ്റ്. അവിടെ ഞാൻ ഗോതമ്പ് പുട്ടും ചിക്കൻ ചുക്കയും കഴിക്കാൻ പോകും. ചില സമയത്ത് ഇടിയപ്പവും ചില്ലി ചിക്കനും കഴിക്കും. നല്ല സോഫ്റ്റ് പുട്ടും നല്ല ചിക്കൻ ചുക്കയാണ്. ചിക്കൻ ഫ്രൈയും കഴിക്കാൻ വേണമെന്നുള്ളത്. രണ്ടാമത്തെ ഫേവററ്റ് തട്ട് എനിക്ക് B6ന്റെ ഈ അടാർ തട്ടുകടയില്ലേ, എനിക്കെല്ലാം ഇഷ്ടമാണ് അതിനകത്ത്. പിന്നെ തട്ടുകട MG കോളേജ് ആ റോഡിൽ കുറേ തട്ടുകടകളുണ്ട്. അവിടെ എക്സാക്റ്റ് പേര് എനിക്കറിയില്ല, ഗ്രീൻ ചില്ലീസ് എന്നാണെന്ന് തോന്നുന്ന തട്ടുകടയുടെ പേര്. നല്ല ബീഫ് ഫ്രൈയും നല്ല ചിക്കൻ ഫ്രൈയും കിട്ടും. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ദോശ, കുറച്ച് ചമ്മന്തി, കുറച്ച് മുളക്, ഒരു രസവട, കുറച്ച് രസം എക്സ്ട്രാ, ഒരു സിംഗിൾ ഓംലെറ്റ്, കുറച്ച് ചിക്കൻ ഫ്രൈ, ഒരു ഹാഫ് ചിക്കൻ ഫ്രൈ. വാവ്. അല്ലെ ബീഫ് ഫ്രൈ. അയ്യോ, ഇറാനി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇറാനി നൊസ്റ്റാൾജിയ, പിന്നെ അവിടുത്തെ മണം എല്ലാം കൊണ്ടും അവരുടെ ബിഗ്ഗസ്റ്റ്, ഞാൻ പറയുന്ന ഇറാനിയുടെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആ മണമാണ്. അതിന്റെ സൈഡിൽ കൂടെ പോയാൽ വെറുതെ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് പോകാം. അത് ഞാൻ ചോദിക്കാം, അബ്ബാസിക്ക നിങ്ങൾ അവിടെ വല്ല ഇത് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ മണം സെല്ല് ചെയ്യാൻ? ഭയങ്കര, എനിക്കിപ്പോഴും ഇറാനി ഭയങ്കര ഇഷ്ടമാണ്. 2 എണ്ണം, ഒരു വെടിക്ക് 2 പക്ഷിയാണിത്. ചാംസ് തയ്ക്കുന്ന സ്റ്റുഡിയോ അറിയോ, ജേക്കബ്സ് ജംഗ്ഷനോ, നമ്മള് ബാൻഡ്രോസിന്ന് മുകളിലേക്ക് കയറി പോകുന്നിടത്ത്. ആ ചായക്കടയിൽ നിങ്ങൾ എന്തായാലും ഒരിക്കൽ ചായ കുടിക്കണം. അവിടുത്തെ മുട്ട ബജിയും കഴിക്കണം, അവിടുത്തെ സൂപ്പർ ചായക്കടയാണ്. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ചായക്കട സിറ്റി. എല്ലാം ഉള്ളിവട അടിപൊളിയാണ്. അതെ, ആ മുട്ട ബജി
എനിക്ക് കഴിഞ്ഞിട്ട് ചായ കുടിക്കണം. ആ ചായക്കടയുടെ തൊട്ടിപ്പുറത്ത് ലിവറൊക്കെ കിട്ടുന്ന പുട്ട് മീൻകറി കിട്ടുന്ന അതിന്റെ തൊട്ടിപ്പുറത്തൊരു കടയുണ്ട്. അതെന്റെ ഫേവറേറ്റ് തട്ടുകടയാണ്. എല്ലാവർക്കും സന്തോഷമായില്ലേ? എനിക്കിപ്പോ വിശക്കുന്നു. നല്ല ചിക്കൻ ഫ്രൈ കിട്ടുന്ന പോലെ. ഒരു കാര്യം, ഇത് ഡേറ്റാബേസ് ആയിട്ട് ഉണ്ടാക്കാം നമുക്ക്. നല്ല ചിക്കൻ ഫ്രൈ. എനിക്ക് ഇറാനിയിലെ ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. ബിസ്മി, താജ് പാളയം, നാരായണഭവൻ. ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ അമ്മ ഭയങ്കര കിടിലടി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും. ആന്റി ഞാൻ അവസാനം കൺവിൻസ് ചെയ്ത് വിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുവാണെങ്കിൽ ഞാനൊരു വലിയ സ്റ്റോറി ഇടും. കാരണം അതിന്റെ റെസിപ്പിയാണ് ഞാൻ ഈക്കോചീറ്റിന്റെ കുക്ക് കൾച്ചറിൽ പോയിട്ട് ഞാൻ ചെയ്തത്. അത് 1 million അടിച്ചു. ഒരു 14 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ബെസ്റ്റ് ചിക്കൻ ഫ്രൈ. ആൻറ്റി അത് വിറ്റ് തുടങ്ങണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ബിക്കോസ് ഇറ്റ്സ് റിയലി ഗുഡ്. ഷീ ഡിസേർവ്സ് എ ഗ്രേറ്റ് ഓഡിയൻസ്. ഒരു ചായ കുടിക്കണം, ഏറ്റവും നല്ല ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം. ഇത് കൊള്ളാലോ കളി. എനിക്കൊരു പെർട്ടിക്കുലർ ടൈപ്പ് ചായ ഇഷ്ടം. അത് അതിൻ്റെ ഫേവറേറ്റ്സ് ആണ്. ഞാൻ പറയുന്നത് ചിന്ത്യ, GP ഹോട്ടൽ, ജേക്കബ് ജംഗ്ഷനിൽ ഇരിക്കുന്ന ചായക്കട, ചായ് ആസാദ് ചായ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചായയിൽ എന്താണ് അവർ ചെയ്തേക്കുന്ന സീക്രട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് എനിക്കറിയില്ല. അവരുടെ ചായയുടെ അവർ എക്സ്പെരിമെന്റ് നടത്തിയത് അവരുടെ വീട്ടിനകത്ത് തന്നെ. ആസാദിന്റെ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ചായയും പലഹാരങ്ങളും തന്നെയാണ് ഷെഫിനെ കൂടെ വീട്ടിൽ നിർത്തി ഷെഫ് ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കേണ്ടത്, വീട്ടിലുള്ളവരെ കൊണ്ട് ഷെഫിനെ പഠിപ്പിച്ചു കൊടുത്താണ്. ഐ ആം നോട്ട് സർപ്രൈസ്. കാരണം എനിക്ക് ജെന്യുവൻലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ആസാദ്. ആസാദിന്റെ ബ്രെഡ് ഫാക്ടറി, ആസാദ് സ്റ്റാർ, ആസാദിന്റെ വളർച്ച ഐ ഫീൽ ഇസ് വെരി പേഴ്സണൽ ടു ട്രിവാൻഡ്രം. അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഐ ഹാവ് സോ മച്ച് പ്രൈഡ് ഇൻ ദാറ്റ് ബ്രാൻഡ്. ഞാൻ ട്രിവാൻഡ്രത്ത് ആര് വന്നാലും ഞാൻ അവർക്ക് ബ്രെഡ് ഫാക്ടറിയിൽ നിന്ന് കാരമൽ ബനാന കേക്ക് മേടിച്ചു കൊടുക്കും. ഇനി നിങ്ങൾ തിരിച്ചു വന്ന് സ്വന്തമായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. അവരുടെ കേക്ക്സ്, അവരുടെ പ്രോഡക്ട്സ് ആൻഡ് ബ്രെഡ് ഫാക്ടറി ഒരിടത്തു നിന്ന് തുടങ്ങി ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പ്രീമിയം ആക്കിയതൊക്കെ. I have never done a paid സംഭവം വിത്ത് ആസാദ്. I don't know these people personally. എനിക്ക് ഓണേഴ്സിനെ ജസ്റ്റ് ഇങ്ങനെ അറിയാം, കാരണം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. I have nothing to do with ആസാദ്, ബട്ട് ഇറ്റ് ഗിവ്സ് മീ സോ മച്ച് ജോയ്. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് വളർന്ന് ഇത്രയും കിടിലായിട്ട് മുന്നോട്ട് പോകുന്നൊരു ബ്രാൻഡ് ഐ ഫീൽ ഇസ് ആസാദ്. ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ അതിനെ ഭയങ്കര എനിക്ക് ബ്രാൻഡ്സ് വെൻ ദേ ഹാവ് എ വിഷൻ, വെൻ ദേ വോണ്ട് ടു കീപ് ലെവലിംഗ് അപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എസ്പെഷ്യലി ട്രിവാൻഡ്രത്ത് തന്നെ നിന്നുകൊണ്ട് ഇത്രയും എത്ര ഔട്ട്ലെറ്റ് അവർക്ക് ഇപ്പോൾ ബ്രെഡ് ഫാക്ടറിക്ക് തന്നെ 7-6 ഔട്ട്ലെറ്റ് ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ 20 എണ്ണമെങ്കിലും കാണും. സ്റ്റാറും സാദാ ആസാദും ആൻഡ് ചാലക്കകത്തൊക്കെ ഇപ്പോഴും റീറ്റെയിൻ ചെയ്തേക്കുന്നതും അവിടുത്തെ സ്റ്റാഫും എവറിത്തിങ് ഐ ലൈക്ക് അബൌട്ട് ആസാദ്. ഭയങ്കര ഇഷ്ടമാണ്. ആസാദ് സ്റ്റാറിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ എന്താണെന്നറിയാം, പ്രീമിയം റെസ്റ്റോറന്റ് അല്ലേ. പക്ഷെ അത് എന്തുകൊണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ദ സ്റ്റാർ എന്നാണ് അവർ അത് ഉദ്ദേശിക്കുന്നത്. അവർ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്, അവരുടെ ഹോസ്പിറ്റാലിറ്റി അങ്ങനെ അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ യു ആർ ദ സ്റ്റാർ. പക്ഷെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ. ഐ തോട്ട് ഇപ്പം നമുക്ക് പാരഗൺ തന്നെ പല വേർഷൻ ഉണ്ടല്ലോ. പാരഗൺ ഉണ്ട്, സൽക്കാര ഉണ്ട്, എംഗ്രിൽ ഉണ്ട്, പല പല രീതിയിലാണല്ലോ പാരഗൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഐ ഓൾസോ ലൈക്ക് ദാറ്റ് കോൺസെപ്റ്റ്. ഇപ്പോൾ ഹോട്ടൽസ് പോലെ ഈ ആസാദിന്റെ ഒരു സ്ട്രക്ചറും നമ്മുടെ ബ്ലോഗിങ്ങിന്റെയും കൂടെ ഞാൻ കണക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയും ആസാദിന്റെ വിഷനും പോലെ ആയിരിക്കണം നമ്മൾ ഈവൻ ഇഫ് എനിത്തിങ് വി ആർ ഡൂയിങ് വി ഷുഡ് ഹാവ് ഒരു സ്ട്രാറ്റജി. എവറിത്തിങ് ഷുഡ് ബി ലെവൽഡ് അപ്പ് ആഫ്റ്റർ എ പോയിന്റ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാം പ്ലാറ്റു ആവും. ലൈക്ക് ഇങ്ങനെ നമ്മൾ പോയിട്ട് നമ്മളിങ്ങനെ റൈറ്റിലേക്ക് പോകും. പിന്നെ വാട്ട് ക്യാൻ വി ഡു ന്യൂ ടു ഗോ അപ്പ്, പിന്നെയും നമ്മൾ പ്ലാറ്റു ആവും, പിന്നെയും നമ്മൾ മുകളിലേക്ക് പോകണം. അപ്പം ഇറ്റ്സ് എ ഗ്രാഫ് ദറ്റ് വി കോൺസ്റ്റന്റ്ലി കീപ് ഡ്രോയിങ്. നമുക്ക് ഒരു സാധനം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് നമുക്ക് അതും മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് അടുത്ത സാധനം എന്ത് ചെയ്യാം. ഐ തിങ്ക് ഫോർ ബ്ലോഗിങ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഓർ വ്ളോഗിങ് ഓർ ആസ് എ ക്രിയേറ്റർ, it's one of the most important things to have a vision of what you're going to do next. അല്ലെങ്കിൽ you would just be one of the creators in a pool of like lakhs of creators, millions of creators. അല്ലെങ്കിൽ ട്രെൻഡി ചാടി for your personal benefit, അല്ലെങ്കിൽ ഒരു happiness നമ്മൾ ചെയ്യണം. If you're trying to make money out of it, if you want to stand out and you want to create a niche, I feel this is very important. Okay, let's talk about money. ഇതിന് എങ്ങനെ റവന്യൂ ഉണ്ടാക്കുന്നത്? ഹൗ ഡു യു മേക്ക്, ഹൗ ഡു യു സർവൈവ്, ഹൗ ഡു യു സസ്റ്റെയിൻ ദിസ്? People make it through different ways. I'll tell you mine. I do brand collabs. ഇപ്പോൾ ക്രിയേറ്റർ സ്പേസ് ഇരുന്ന് you can do 2 things. Either you make money out of only creating, or you build a personal brand also simultaneously and you use your personal page or your creator page to put it out there that you as a person with so many skills exist. People or brands can use you for so many things. നമ്മൾ ഒന്നിൽ നമ്മുടെ ക്രിയേറ്റർ സ്പേസ് വെച്ച് നമ്മുടെ ക്രിയേഷൻ വെച്ച് മാത്രം പൈസ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ
ഞാനിപ്പോൾ ബ്രാൻഡ് വീഡിയോസ് ചെയ്ത് കൊടുക്കുന്നു. ലെറ്റ്സ് സേ ഒരു ബ്രാൻഡ് ലൈക്ക് പാർലേജി കംസ് ടു മീ. അവർക്ക് എത്രയോ വർഷത്തിന്റെ സെലിബ്രേഷനാണ്, ഒരു ബ്രാൻഡ് വീഡിയോ ചെയ്യണം. എനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റും ഇതെല്ലാം കൂടെ ചേർത്ത് എൻ്റെ വ്യൂവും റീച്ചും വെച്ച് ഞാനൊരു എമൗണ്ട് പറയും. അതാണ് എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ ഞാൻ മാസം എത്ര വീഡിയോ ചെയ്താൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. അതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എത്തിക്സിൻ്റെ എഗെയിൻസ്റ്റ് പോവാതിരിക്കാൻ നോക്കുക. ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഒരു ബ്രാൻഡ് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അത് നല്ലതാണെന്ന് പറയാതിരിക്കാൻ നോക്കുക. എല്ലാ പ്രോഡക്റ്റും നല്ലതല്ലല്ലോ. അതെ, ഫുഡ് പ്രോഡക്ട്സ്, പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യം പറയുമ്പോൾ. അപ്പം അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും ഇത് ദാറ്റ് നല്ലതാണോ? ഷുഡ് ബി അപ്പോൺ യു, യുവർ എത്തിക്സ് ആൻഡ് യുവർ. അപ്പം ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് എന്നെ കാണുന്നത്. ഇപ്പം എനിക്ക് 2 days back I got 2 collaboration requests, one from a very famous pizza brand and one from a very famous new entrant of a fried chicken brand. That new entrant of the fried chicken brand I have never been a fan of. I have gotten food poisoning, so I said no. The pizza brand also I am not a huge fan of, so I said no. I think I work around my ethics. I don't like it, എടുക്കത്തില്ല. അപ്പം ബിസിനസ്സിനകത്തേക്ക് വരുമ്പോഴത്തേക്കും a very ethical businessman does not make a lot of money. പക്ഷെ I have multiple sources of income. അപ്പോൾ I am willing to take that plunge. എനിക്കിത് വേണ്ട, എനിക്കത് വേറെ എവിടെയെങ്കിലും കവർ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൈ ക്രെഡിബിലിറ്റി വിൽ റീറ്റെയിൻ, ദാറ്റ് എ ബിഗർ ബ്രാൻഡ് വിൽ കം ടു മീ ആൻഡ് മൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വിൽ ബി കവേർഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ക്രിയേറ്റർ സ്പേസിൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. നമ്പർ 2, വാട്ട് ഐ തിങ്ക് ഈസ് പുട്ടിങ് ഔട്ട് ദെയർ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു ആർ, വാട്ട് യുവർ സ്കിൽസ് ആർ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആസ് എ ബ്രാൻഡ്, പേഴ്സണൽ ബ്രാൻഡ്. ഇപ്പം എന്നെ നോക്കുമ്പോൾ ഞാൻ നല്ലൊരു ഹോസ്റ്റാണ്, ഞാൻ നല്ലൊരു വീഡിയോ ഹോസ്റ്റാണ്. എൻ്റെ സ്കിൽസ് എന്ന് പറയുന്നത് എൻ്റെ ലാംഗ്വേജ് ആണ്, എൻ്റെ ബോഡി ലാംഗ്വേജ് ആണ്, ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ എങ്ങനെയാണെന്നുള്ളതും. ആൻഡ് ഐ വുഡ് സേ എനിക്ക് വർക്ക് വരുന്ന അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഐ വുഡ് സേ ഐ എം ഓൾസോ എ പേഴ്സൺ ഹൂസ് റിയലി ഗുഡ് വിത്ത് മെനു ആൻഡ് ഫുഡ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം നോക്കുമ്പം എനിക്ക് വേറെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഐ ബിക്കം എ കൺസൾട്ടൻറ്റ്, ഫ്രീലാൻസ് കൺസൾട്ടൻറ്റ് ഫോർ റെസ്റ്റോറൻറ്റ്സ്. എനിക്കത് മനസ്സിലാക്കി തന്നത് എന്നോട് ഇങ്ങോട്ടൊരു ബ്രാൻഡ് വിളിച്ച് എനിക്ക് കൂടെ വർക്ക് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോഴാണ്. ദേ സീ പൊട്ടൻഷ്യൽ ഇൻ യു ആൻഡ് അവർ വിളിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും എനിക്ക് ഇങ്ങനെയും പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗമുണ്ട്, അതിനെ ഞാൻ എങ്ങനെ ലെവറേജ് ചെയ്യും ഇൻ ദ ഫ്യൂച്ചർ, അങ്ങനെ ചിന്തിക്കാം. ആൻഡ് പേഴ്സണൽ ബ്രാൻഡിൽ എൻ്റെ ഫേസിൻ്റെ ക്രെഡിബിലിറ്റിക്ക് എനിക്ക് എവിടെയൊക്കെ വർക്ക് വരും, ഫ്യൂച്ചറാണ് ഞാൻ പറയുന്നത്. ഐ എം സേ ഇപ്പം എനിക്ക് 128K ഫോളോവേഴ്സേ ഉള്ളൂ. ലെറ്റ്സ് സേ എ ക്രിയേറ്റർ വിത്ത് 1 million ഫോളോവേഴ്സ്. അവരെന്ന് പറഞ്ഞ ഒരു വാലിഡ് ഫേസ് ആണ്. അവർക്ക് ബ്രാൻഡ് അംബാസിഡറായി പൈസ ഉണ്ടാക്കാം, അവർക്ക് ആഡ്സ് ചെയ്ത് പൈസ ഉണ്ടാക്കാം, ലോങ് ടേം ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്യാം. അവരുടെ ഈ പേഴ്സണൽ ബ്രാൻഡായിട്ട് അവർ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങോട്ട് ഇൻബൗണ്ട് ആയിട്ട് വരുന്ന വർക്ക്സ് വെച്ച് തന്നെ അവർക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഓപ്പൺ അപ്പ് ആവും. ഇപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്, പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ആയിട്ട് ബൈ പേ വന്നിരുന്നൂടെ? I never thought I could do that for somebody else, but I wouldn't do it because my vision is to own a podcast by myself. അപ്പോൾ I wouldn't take that chance. കാരണം അവിടെ എൻ്റെ പേര് ആ മീഡിയ ചാനലുമായിട്ട് അസോസിയേറ്റ് ആയിപ്പോൾ. അങ്ങനെ നമുക്ക് ഒരു സ്പേസിൽ തന്നെ വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമുക്ക് ഓപ്പൺ അപ്പ് ആയി വരണം. ചിലപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് സ്കില്ലും കാരണം വി റിയലൈസ് വി ക്യാൻ ആക്ട്. എത്രയോ പേര് കോമഡി കോണ്ടന്റ് ചെയ്ത് ഇപ്പോൾ ഹാഷിറ ഈസ് ദ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ എന്ന് തോന്നുന്നു. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു, ഫുഡ് ബ്ലോഗേഴ്സ് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ഫാഷൻ ബ്ലോഗിലേക്ക് പോയ ആൾക്കാരുണ്ട്. നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൾക്കാരെ നെറ്റ്വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും നമുക്ക് പുതിയ പുതിയ മണി സോഴ്സസ് ഓപ്പൺ ആയി വരും. അതെങ്ങനെ മനസ്സിലാക്കി, അത് 100% സ്പൂൺ ഫീഡ് ചെയ്ത് തരത്തില്ല ആരും. അതിൽ നമുക്ക് എങ്ങനെ ലെവറേജ് ചെയ്യാം, അതിൽ എനിക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ ഞാൻ ടാപ്പ് ചെയ്താൽ എനിക്ക് എന്താണ്, നമ്മൾ ചിലപ്പോൾ ഈ സ്പേസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയോ ഒരു വേക്കൻസി ഉണ്ട് നമുക്കൊരു പുതിയ ഐഡിയ തുടങ്ങാനായിട്ട്. അവിടെ നമുക്ക് എങ്ങനെ തുടങ്ങാം? അങ്ങനെ ആയിരിക്കുമല്ലോ ഇൻഫ്ലുവൻസർ മാനേജ്മെൻറ്റ് കമ്പനീസും സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് കമ്പനീസും ഒക്കെ തുടങ്ങിയത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് ഐ തിങ്ക് ദ മെയിൻ സോഴ്സ് ഓഫ് മണി വരുന്നത്. അല്ലാതെ യു ക്യാൻ ഗെറ്റ് ത്രൂ ബ്രാൻഡഡ് കോണ്ടന്റ് അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ. ഇൻസ്റ്റാഗ്രാം എന്തായാലും ഇപ്പോൾ തൽക്കാലം പൈസ തരത്തില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രാൻഡ് കൊളാബറേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രാൻഡുകൾ ഈ ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ചെയ്തില്ലേ, ചിലപ്പോൾ ഏജ് ഗ്രൂപ്പിനെ വെച്ചിട്ടായിരിക്കും. അപ്പം ഒരു ഏജ് ഗ്രൂപ്പ് വെക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഓഡിയൻസിന് അവർക്ക് കിട്ടും. അതുപോലെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യങ്ങൾ നോക്കാം. ആ ഒരു രീതിക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡുകളോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന? ഞാൻ അതിനെപ്പറ്റി ആക്ച്വലി കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ബട്ട് ടോപ്പ് ഓഫ് ദ മൈൻഡ് സംസാരിക്കുവാണെങ്കിൽ ഐ തിങ്ക് ബ്രാൻഡിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കി ബ്രാൻഡ് എന്താണ് സെല് ചെയ്യാൻ നോക്കുന്നത്, പ്രോഡക്റ്റ് സർവീസ് എന്താണെങ്കിലും അതിൻ്റെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. നമ്മൾ കാണുമ്പോൾ തന്നെ എങ്ങനത്തെ ആൾക്കാരെ ആയിരിക്കും ബ്രാൻഡ് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നതെന്നുള്ളത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രാവൽ കമ്പനിയിലെ ക്യൂറേറ്റഡ് പാക്കേജസും കൂടുതലും വിറ്റുപോകാൻ പോകുന്നത് അഡൾട്ട്സിനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അഡൾട്ട് ഓൾഡർ ജനറേഷൻ പേരൻസ് അഡ്വഞ്ചറസ് ട്രാവലിനേക്കാളും കൂടുതൽ ഗ്രൂപ്പായിട്ട് പോയി, ബസ്സിൽ പോയി, ഹോട്ടലിൽ നിന്ന് നാളെ രാവിലെ ആവുമ്പോൾ ഫുൾ ഐറ്റിനറി റെഡി, ഒരു ഫാമിലി റിലേറ്റഡ് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബ്രാൻഡിനെ അപ്രോച്ച് ചെയ്യാം. ബട്ട് ഇഫ് ദ
travel company gives adventure curated experiences. For example, അരുണാചൽ പ്രദേശിൽ പോയിട്ട് അരുണാചൽ പ്രദേശിലെ ഹോം സ്റ്റേയിൽ നിന്ന് അവിടെ നിന്ന് ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അഡ്വഞ്ചർ ട്രാവലർ ആണ് നമ്മളെങ്കിൽ, നമ്മൾ ഓൺ ദ സ്പോട്ട് ക്രിയേറ്റീവ് സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ pitch to a brand like that. Baby products വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, if I am a mum and I have a baby and I do a lot of videos related to babies and health and food and all that, I can pitch to a lot of brands that could cater to a lot of parents, that could cater to families, that could cater to people with babies, people who are expecting. First നമ്മൾ നമ്മുടെ audience analyze ചെയ്യുക and then see what the brand is selling and then say this is our targeted audience and we think why we think it will be the best for the brand. ഇതെങ്ങനെ പിച്ച് ചെയ്യാൻ പറ്റും? There are so many ways. One, you see the scale of the brand. If it's like a fully established brand, go to LinkedIn, try to find their marketing person, try to see, make a proper, don't go and DM the brand social media. Big brand social media ka outsourced ആയിരിക്കും. You want like a major decision, it should come from within the company. LinkedIn is a great source for networking. അവിടെ ചെല്ലുക, അതിൻ്റെ ഇരിക്കുന്ന ആൾക്കൊരു ഇമെയിൽ അയക്കുക, ഒരു പ്രോപ്പർ പിച്ച്. Everything going through a professional model would always help. പക്ഷേ if you are approaching like a smaller brand, like ഒരു ഹോം ഗ്രോൺ ബ്രാൻഡ്, they are still setting up, അതിൻ്റെ ഓണേഴ്സ് തന്നെയായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ you can just reach out to them on the story DM saying that hi, I'm interested to collaborate with you guys. ഇതാണ്. But there's only one thing, always give them some value. വെറുതെ പോയിട്ട് ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് നിൽക്കാം, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാം, അതെന്തായാലും 100K അടിക്കും. Doesn't make sense. If it's a barter, it's a give and take. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തു, അവിടെ ഒരു വീഡിയോ ഇട്ടു, അതൊരു 100K അടിച്ചു. അത് മാത്രമേ എല്ലാവരും ചിന്തിക്കുള്ളൂ. ഇപ്പോൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാൻ എന്ത് പറയാൻ പറ്റും? ഐ വുഡ് സേ, ഞാനൊരു ഹോട്ടലിൽ പോയി അവിടെ നിൽക്കുവാണ്, ഐ വുഡ് ഗിവ് ദം എ റീൽ, ഐ വുഡ് സെൻഡ് ടു മൈ ബ്രോഡ്കാസ്റ്റ് ചാനൽ. ഇഫ് അറ്റ് ഓൾ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് മീ വർക്കിംഗ് വിത്ത് ദ ബ്രാൻഡ് ഇൻ ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. ലെറ്റ്സ് സേ ഒരു ഹോം സ്റ്റേ ഇൻ ട്രിവാൻഡ്രം, ഭയങ്കര നല്ല ഹോം സ്റ്റേ ആണ്, പക്ഷേ ദേ ഹാവ് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ റീവാമ്പിംഗ് ദെയർ ഫുഡ്. I would offer them my menu services and I would say, listen, you give me a stay for 2 days. Production cost മാത്രം cover ചെയ്ത് തരൂ. I'd also help you revamp your menu. Where are they placing you എന്നുള്ളതിലും കൂടെയുണ്ട്. അതിനകത്ത് I think it's a very ഒരു ഡൈനാമിക് സാധനം. കാരണം it changes as per who you're talking to. And outbound and inbound in 2 different things ആണ്. Inbound usually comes with they need a reel. They need 2 stories. How much can you charge? അവിടെയും you can even go that extra mile. If you really like that brand, you can say that I usually charge in rupees for 2 stories, but I want to create that impact, so I would give you more stories. Let's say a restaurant calls you, how can you add value? I say, there are a couple of followers on my broadcast channel who really like my content. Can I bring 5 of them to eat the food that you offer and get a collective response from all 6 of us and give you a feedback? Because I feel like ഈ ഫുഡ് എന്നെക്കാൾ അവർക്കായിരിക്കും അറിയാവുന്നത്. That's a value add. So അങ്ങനത്തെ സംഭവങ്ങൾ you can do. I got a work from ലുലു, അവരുടെ ഇഫ്താർ ടൈം പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഞാൻ പോയി ഇഫ്താറിൽ എന്തോരം ഫുഡ് കഴിക്കാനാണ്. So I said, I want to call a few people from my broadcast channel. And I asked, ആരൊക്കെ കൊച്ചിയിലുണ്ട്, നാളെ ആർക്കൊക്കെ ഇഫ്താർ കഴിക്കാൻ വരും? I can only take 6 people reached ലുലു. അവിടെ എന്താ ബെറ്റർ ആയെന്ന് വെച്ചാൽ I could try from multiple food options ആ ഫുഡ് കോർട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ മാത്രം പോയി കഴിക്കുവാണെങ്കിൽ ഞാൻ ചെന്നിട്ട് ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്ന 2 കടകൾ കവർ ചെയ്യുമായിരിക്കും. whatever value you think you can add to the brand, I think goes a long way. Saying that ഇതും ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും സർവീസസ് വേണമെങ്കിൽ you can always talk to me എന്നുള്ള രീതിയിൽ. There are brands that you choose to work for a very long time with. There are brands you choose to work only one time with. There are brands you want to grow with. അത് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ വിഷനും മിഷനും അനുസരിച്ച് അവരുടെ ഐഡിയോളജീസും ഒരേ ലൈനിലാണ് പോകുന്നത്. നമുക്ക് ആ ബ്രാൻഡ് ബെനിഫിഷ്യലാണ്, അവർക്ക് നമ്മൾ ബെനിഫിഷ്യൽ ആണെങ്കിൽ ഇറ്റ്സ് എ ലോങ് ടേം അഗ്രിമെന്റ്. ഇറ്റ്സ് ലൈക്ക് എ മ്യൂച്വൽ ബെനിഫിറ്റ് ഗ്രോത്ത്. ഇപ്പം 3 രീതിയിൽ നമുക്ക് ബ്രാൻഡ്സുമായിട്ട് ലോങ് റണ്ണിൽ വർക്ക് ചെയ്യാം. ചിലത് വർക്ക് ചെയ്യാവത്തില്ല, ചിലപ്പോൾ നമുക്ക് ആ ബ്രാൻഡ് വർക്ക് ചെയ്യേണ്ട, അവരുടെ എത്തിക്സുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ആ സ്റ്റാൻഡ് എടുക്കാനും നമ്മൾ പഠിക്കണം. ഐ വർക്ക് വിത്ത് എ ബ്രാൻഡ് ഐ കാൺ നെയിം. അവരുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഐഡിയോളജിയുടെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ട്, അവരുടെ പ്രോഡക്റ്റിൻ്റെ ഐഡിയോളജി അല്ല, അവരുടെ ജനറൽ ഒരു സൊസൈറ്റൽ ഐഡിയോളജി എൻ്റെ ഒരു ഐഡിയോളജിയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം അവരുമായിട്ട് ഫീഡ്ബാക്ക് എടുത്തപ്പോൾ അവർ പറഞ്ഞൊരു പാസ് ചെയ്തൊരു കമൻറ്റ് എനിക്ക് ഒട്ടും ഇറ്റ് ഡിഡ് നോട്ട് സിറ്റ് വെൽ വിത്ത് മീ. എനിക്കത് എൻ്റെ ഐഡിയോളജിയായിട്ട് ഒട്ടും ചേർന്ന് പോകുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കിനി അവരുടെ വർക്ക് വന്നാലും ഞാൻ എടുക്കത്തില്ല എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചു. ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞു. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഞാനുമായിട്ട് ഒട്ടും ചേർന്ന് പോകാത്തൊരു സംഭവമാണ്, എനിക്കത് ചിന്തിക്കാനും അങ്ങനെ പ്രവർത്തിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിനി ഫ്യൂച്ചറിൽ വർക്ക് വരുമ്പോൾ നോക്കാം, ഒരു ലോങ് ടേം സംഭവം ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെ പറയും. ചില സമയം നമുക്ക് ആ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും.
അത് ആ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത്. ഒരു ഡിഫറെൻറ്റ് ഡൈനാമിക് ഓഫ് റിലേഷൻഷിപ്സ് പോലെയാണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ ബോയ് ഫ്രണ്ടിനെ പോലെ ട്രീറ്റ് ചെയ്യണം, ചില സമയത്ത് നമ്മുടെ ഹസ്ബൻഡിനെ പോലെ ട്രീറ്റ് ചെയ്യണം, ചില സമയത്ത് നമ്മൾ പേരൻസിനെ പോലെ ആയിരിക്കണം, നമ്മളൊരു ലോങ് ടേം ലൈഫ് ലോങ് സംഭവമായിരിക്കും, ചില സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പിനെ പോലെ ആയിരിക്കും, ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ അത് മുറിഞ്ഞു പോകുമായിരിക്കും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പോലെ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒത്തിരി കണ്ടന്റുകൾ നമ്മൾ ഇതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം. എനിക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഒരേപോലത്തെ സാധനം പോസ്റ്റ് ചെയ്യുന്നതിലല്ല ഞാൻ കൺസിസ്റ്റൻസി എന്ന് വിശ്വസിക്കുന്നത്. എൻ്റെ മനസ്സിൽ വർക്കൗട്ടിനായാലും ഇതിനായാലും കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഗിവ് മൈ ബെസ്റ്റ് ഷോട്ട് എന്നുള്ളതാണ് ഞാൻ ഐ തിങ്ക്. ആൻഡ് എൻ്റെ എനർജി ലെവൽസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഫോളോവേഴ്സ് ഓർ പീപ്പിൾ ഹൂ റിയലി ലൈക്ക് മൈ വർക്ക് ആൻഡ് പീപ്പിൾ ഹൂ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ തന്നെ ആ ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് ഫോളോവേഴ്സിന് വിളിക്കുന്നതിനേക്കാളും അങ്ങനെ പറയാനാണ് താല്പര്യം. ദേ അണ്ടർസ്റ്റാൻഡ് ഞാൻ ചില സമയത്ത് പോസ്റ്റ് ചെയ്യാത്തപ്പോൾ മേ ബി എനിക്ക് വേറെ വർക്ക് വന്ന് കാണും, അല്ലെങ്കിൽ ഞാൻ ആം സ്ട്രഗ്ലിങ്, എനിക്ക് ഒരിടത്ത് പോലും എവിടെ അടുത്ത വീഡിയോ എവിടെ എന്നൊരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി എന്ന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്യാതെ ഒരു ലോ പോയിന്റ് വരുമ്പോൾ ആ ഒരു ബ്രേക്ക് എടുത്ത് പിന്നെയും ടേക്ക് ദർ എഫേർട്ട് ടു ഗെറ്റ് ബാക്ക്. നമ്പേഴ്സ് കൂടാത്തപ്പോൾ നമ്മളെ എനർജി ഡ്രെയിൻ ആകും. എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ ഞാൻ ഇതേ സാധനം പോയി എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ക്രിബ് ചെയ്യും, ഈ വീഡിയോ ഞാൻ എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ട് എന്നറിയോ, എന്നിട്ട് അതെന്താ കയറാത്ത, എന്നിട്ട് ഞാൻ റിപ്ലൈ ഓൺ ചെയ്തിരും. അപ്പോൾ ദേ വിൽ ഗിവ് മീ റീസൺസ്. ചിലപ്പോൾ അഞ്ജന ഇതിൻ്റെ ലെങ്ത് കൂടിയതുകൊണ്ടായിരിക്കും, പ്രസൻറ്റേഷൻ സ്റ്റൈൽ മാറിയതുകൊണ്ടായിരിക്കും, ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വർക്കായേനെ. അപ്പോഴും ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഐ വോണ്ട് ടു ബി ക്രിയേറ്റീവ്, എനിക്ക് പുതിയ പുതിയ സാധനങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അവിടെ ഞാൻ കൺസിസ്റ്റൻസി എന്ന് വിശ്വസിക്കുന്നത് ആ വീഡിയോയും ഇട്ടല്ലോ, ഞാൻ എടുത്ത എഫേർട്ടിനുള്ള വീഡിയോ ഞാൻ ഇട്ടു, ആൻഡ് നാളെയും അത് വർക്കായില്ല എന്നും പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കരുത്, ആൻഡ് അതേ സാധനം ഒന്നുകൂടെ ട്രൈ ചെയ്യാതെ ഇരിക്കരുത്. ചിലപ്പോൾ അതിനകത്ത് തന്നെ ചെറിയ ട്വീക്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തെങ്കിലും പുതിയത് ചെയ്യുമ്പോഴത്തേക്കും ഐ ബിലീവ് കൺസിസ്റ്റൻസി ഈസ് ദാറ്റ്. കൺസിസ്റ്റൻസി ഈസ് കീപ് ഗോയിങ് നോ മാറ്റർ വാട്ട്, കീപ് ട്രൈയിങ്. എൻ്റെ അടുത്ത് ഇന്നലെ എൻ്റെ ബിസിനസ് പാർട്ട്ണർ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ബാംബു വളരുന്നത് ഒരു പോയിന്റ് വരെ ഭയങ്കര സ്ലോ ആയിട്ടും അത് കഴിഞ്ഞ് ഒറ്റ വളർച്ചയാണ്. അതിന് മുന്നേ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വളർച്ചയുടെ കാര്യം നമ്മൾ അറിയത്തില്ല. അതുപോലെയാണ് ചിലപ്പോൾ ട്രൈ ചെയ്ത് ആ ഒരു പിവറ്റൽ പോയിന്റിലായിരിക്കും ഹിറ്റ് ഓഫ് ചെയ്യുന്നത്. വീർദാസിന്റെ കരിയർ പോലെ. ഇപ്പൊ കൺസിസ്റ്റൻസി പോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻസ് സാധനമാണ് ക്രിറ്റിസിസം, ഫീഡ്ബാക്കും എടുത്ത് അക്സെപ്റ്റ് ചെയ്യുന്നു മാത്രമല്ല അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, സ്റ്റേയിങ് പോസിറ്റീവ്. ഇപ്പം അഞ്ജനയിലാണെങ്കിലും ഒരുപാട് രണ്ട് സൈഡ് ഓഫ് ദർ ഇസ് ഓൾവേസ് രണ്ട് സൈഡ്. എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിനെപ്പറ്റി അതിന് രണ്ട് അഭിപ്രായം പറയാൻ ആൾക്കാരാണ്. അപ്പൊ ഹൗ ഡു യു ഹാൻഡിൽ ദറ്റ്? അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ആ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ആക്ച്വലി ഭയങ്കര ഡിഫിക്കൾട്ടാണ് എനിക്ക്. പക്ഷെ ഭാഗ്യത്തിന് മറ്റേ എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ഒന്നും വന്നിട്ടില്ല. വന്നാൽ ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുമില്ല. അതാണ് സത്യം. ഇപ്പോൾ പെട്ടെന്ന് ക്ലിക്കായി ഒരുപാട് റീച്ച് പോകുന്ന വീഡിയോസിലാണ് നെഗറ്റീവ് കൂടുതൽ വരുന്നത്. ആ സമയത്ത് എനിക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒബ്ജക്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിലാക്കി യെസ് ഐ എഗ്രി, ഐ ടേക്ക് ഡ്യൂലി നോട്ടഡ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ പറയുകയും ചെയ്യും. പേഴ്സണൽ കമൻസ് ഒക്കെ വരുന്ന സമയം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ വായിക്കത്ത് പോലുമില്ല ആ കമൻറ്റ്, ഫുള്ളി ഇഗ്നോറേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ടാറ്റുവിനെ പറ്റിയോ ഒക്കെ കമൻറ്റ് ഈ ടെട്രവാൻഡ്രത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കൂടെയുള്ള 3 പാർട്ട്നേഴ്സ് അതിനെ ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഞാൻ അതിനെ മൈൻഡ് ചെയ്യാൻ പോകാറില്ല. കാരണം എല്ലാത്തിനും നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നെഗറ്റീവാണ്. കാരണം നമ്മുടെ നമുക്ക് ആ ഗുഡ് ഡേയിലാണ് നമ്മൾ ആ കമൻറ്റ് കാണുന്നത്, നമ്മളത് അങ്ങനെ എഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നമ്മളത് മനസ്സിലത് കിടക്കും. നമ്മുടെ ഒരു ബാഡ് ഡേ അല്ലെങ്കിൽ ലോ ഡേ വരുമ്പോഴത്തേക്കും നമ്മളിത് ആലോചിക്കും, അയാൾ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്, അപ്പം ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം അവരിനി അത് കാരണം മാത്രമായിരിക്കും എന്നെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് മൈൻഡേ ചെയ്യാൻ പോകാറില്ല ഞാനത് വായിക്കാറേ ഇല്ല. ഇഫ് ദർ ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രീതിയിൽ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ് ഒരാൾ ക്രിറ്റിസിസം തരുന്നതെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സംടൈംസ് ഐ ഗെറ്റ് ഹേർട്ട് ഈവൻ ഇൻ ക്രിറ്റിസിസംസ്. സംടൈംസ് ഇപ്പോൾ ഞാൻ ചെയ്ത ഭയങ്കര എഫേർട്ട് എടുത്ത വർക്കിലായിരിക്കും അവർ വന്ന് പറയുന്നത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇത് ശരിയായില്ല, അങ്ങനെ ചെയ്യായിരുന്നു എന്ന്. അപ്പോൾ ഞാനത് എടുക്കും. എന്നിട്ട് ഞാനും കീർത്തനയും കൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കീർത്തനയുടെ ഇങ്ങനെ പറയും. അപ്പോൾ കീർത്തനയുടെ സൈഡിലുള്ള മോട്ടിവേഷൻ എനിക്ക് തരും, ഞാൻ കീർത്തനയ്ക്ക് അങ്ങോട്ട് മോട്ടിവേഷൻ കൊടുക്കും. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ പോകും. പക്ഷേ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. കാരണം നമ്മൾ ഏത് തോട്ട് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഐ തിങ്ക് സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഹു വുഡ് മോട്ടിവേറ്റ് യു. നമുക്ക് എന്ത് ലോ വന്നാലും നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറഞ്ഞ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ യുവർ സോർട്ടഡ്. അതിലുള്ള ടീം ബിൽഡ് ചെയ്യാൻ പറ്റിയ, ഇപ്പം ഞാനും കീർത്തനയാണ്, നമ്മുടെ ഏറ്റവും വലിയ സങ്കടം ഞങ്ങൾ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത വീഡിയോയ്ക്ക് ആയിരിക്കും 20,000 വ്യൂ കിട്ടുന്നത്. നമ്മൾ ഒട്ടും എഫേർട്ട് എടുക്കാതെ വെറുതെ ചാടി എടുത്ത വ്യൂക്ക് 1 മില്യൺ അടിക്കും. അപ്പം നമ്മളിങ്ങനെ എന്തിനാ അത് വർക്കായേ എന്നൊക്കെ കീർത്തന ചോദിക്കും എന്നോട്. ഞങ്ങൾ ആക്ച്വലി ടെഡെക്സിന് പോയി ഒരു വീഡിയോ ചെയ്തു, ഒരു കള്ള് ഷാപ്പ് പോലത്തെ ഒരു വീഡിയോ. അപ്പം അവള് പറഞ്ഞു എൻ്റെ നാടായത്, അവിടെ ഞാനിങ്ങനെ കടയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം, ഓണസ്റ്റ് ഫീഡ്ബാക്ക്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ പോയി ഇവിടെ വന്ന് ഈ കട കാണും, ഈ കട ചെന്ന് ഇതൊക്കെ ഓർഡർ ചെയ്യാം. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത്ര പോരായിരുന്നു ഒന്ന് ഫുഡ്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് പിന്നെ എന്തിനാ ഈ വീഡിയോ ഉണ്ടാക്കിയത്, ഇത്രയും ചാടി നിന്നിട്ട് അവസാനം കൊള്ളത്തില്ല എന്ന് പറയാനാണോ? ആഹാ, എൻ്റെ 1 മിനിറ്റ് വേസ്റ്റ് ആക്കി, മൊത്തം കണ്ട് സേവ് ചെയ്യാൻ പോയപ്പോൾ കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞു
കൊള്ളത്തില്ലാത്ത ഭക്ഷണം കൊള്ളാന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. എൻ്റെ ഒരു ഫീഡ്ബാക്ക്, ഞാൻ എടുത്തോണ്ടിരുന്നു, കഴിച്ചപ്പോൾ 2 സാധനം ഇഷ്ടപ്പെട്ടു, 3 സാധനം ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് അത് 1 മില്യൺ അടിച്ചു. അതേ സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് കടമ്പകളൊക്കെ താണ്ടി ചെയ്ത വീഡിയോ ഒക്കെ 30,000 വ്യൂ. കീർത്തനയാണ് കരയുന്നത്. എന്റെ എഫേർട്ട് ഞാൻ ചാർജ് ചെയ്താണ് ക്യാമറയിൽ വീഡിയോ എടുത്തത്. ഓരോ ദിവസവും ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനെ എങ്ങനെയാ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഞാൻ ചെയ്യാറേ ഇല്ല. ഇല്ല, അതില് ഞാനല്ല എക്സ്പെർട്ട്. അതിന് വേറെ ഒരു മാസ്റ്റർ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും. കാരണം ട്രെൻഡിൽ ഫോളോ ചെയ്യാനുള്ള കപ്പാസിറ്റിയോ ടൈമോ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. 2, ട്രെൻഡ് അനുസരിച്ച് എന്നെ ഐഡന്റിഫൈ ചെയ്യണ്ട എന്നുള്ളൊരു മോഡിലാണ് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ രീതിയിലുള്ള ഒരു ഡിഫറെന്റ് സാധനം അതെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സൂപ്പർ, ഐ എം ഹാപ്പി. അത്രേ എനിക്കുള്ളൂ. നമ്മുടെ ഇപ്പോൾ പോഡ്കാസ്റ്റ് പോകുമ്പോൾ 2 രീതിയിൽ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഷോർട്സും റീൽസ് ആയിട്ട് പോകുന്നുണ്ട്, അതുപോലെ ലോങ് ഫോം ഉണ്ട്. ലോങ് ഫോം എന്ന് പറയുമ്പോൾ ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. അതേ കണ്ടന്റ് തന്നെ നമ്മൾ കുഞ്ഞു റീൽസ് ആയിട്ട് ഇടുന്നുണ്ട്. 2 ടൈപ്പ് ആൾക്കാരാണ് കാണുന്നത്, അതുപോലെ 2 രീതിയിലാണ് അതിന്റെ വ്യൂസ് പോകുന്നത്. കറക്റ്റ്. ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഷോർട്ട് ഫോം വീഡിയോസേ വർക്ക് ആകത്തുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഞാൻ 2 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ചെയ്താൽ പോലും ട്രാക്ഷൻ കിട്ടാറില്ല. യൂട്യൂബ് ഐ ഫീൽ ലൈക്ക് ലോങ് ഫോം വീഡിയോസിന് വേണ്ടി ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ആൻഡ് അത് ഒരു വിയേർഡ് മിക്സ് ആണ്. ലോങ് ഫോം കാണുന്നവർക്ക് ലോങ് ഫോം ആണ് ഇഷ്ടം, ഷോർട്ട് ഫോം കാണുന്നവർക്ക് ഷോർട്ട് ഫോമിൻ്റെ അറ്റൻഷൻ സ്പാനേ ഉള്ളൂ. ആ 2 സെക്കൻഡിൽ അവരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ ഒന്നുമില്ല. നമുക്ക് ആ ഹുക്ക് അത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തോരം പ്രൊഡക്ഷൻ ചെയ്തിട്ടും എന്ത് തലവത്തിന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂട്യൂബ് സംഹൗ ഹാസ് ദീസ് ലോങ് ഫോം കണ്ട് എൻജോയ് ചെയ്ത് 3 മണിക്കൂറൊക്കെ പോഡ്കാസ്റ്റ് കാണുന്നതും. നമ്മൾ ഓഡിയോ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയാലും ഒരു ഫുൾ ഓഡിയോ ബുക്ക് കേൾക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കത് പറ്റത്തില്ല. എനിക്ക് യൂട്യൂബ് ലോങ് ഫോം വീഡിയോയും അങ്ങനെ കാണാൻ പറ്റത്തില്ല. കൂടുതലും ഡ്രൈവ് അതിനോട് കുറെ പേര് പറയുന്നുണ്ട്. എനിക്ക് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കാർ ഓടിക്കുകയാണെങ്കിൽ, ഞാൻ ഓടിക്കാറില്ല, എന്നാലും ഓടിക്കുകയാണെങ്കിൽ എനിക്ക് പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കാനേ പറ്റത്തില്ല. എനിക്ക് വൈറ്റ് നോയ്സ് ആയിരിക്കും അത്. ഞാൻ റോഡിൽ തന്നെ ആയിരിക്കും ഫുൾ ഫോക്കസ്. വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ കാണാമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിച്ചുകൊണ്ട് എനിക്ക് യൂട്യൂബ് വീഡിയോ കാണാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫോക്കസ് ആ പ്ലേറ്റില്ല. അല്ലെങ്കിൽ പോപ്കോൺ പോലെ എന്തെങ്കിലും ആയിരിക്കണം, മറ്റേ നോക്കണ്ട, ഇങ്ങനെയും കഴിച്ചാൽ മതി. ചോറും കറിയൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഐ എം ബിൽഡ് ഫോർ സ്മോൾ ഫോം കോണ്ടന്റ്. നമ്മൾ എന്ത് ഓഡിയൻസിനാണ് കേറ്റർ ചെയ്യാൻ നോക്കുന്നത് അതനുസരിച്ചാണ് ലോങ് ഫോം ഷോർട്ട് ഫോം വർക്ക് ആവുന്നത്. ഒരു മൂവി റിവ്യൂ ഒക്കെ ലോങ് ഫോമിലാണ് വർക്ക് ആവുന്നത്. കാരണം അതൊന്നും ഷോർട്ട് ഫോമിൽ വെറുതെ 2 സെക്കൻഡിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് യൂട്യൂബിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിൻ്റെ ഹുക്ക് വല്ലതും എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാം. എന്തോന്ന് പടവടേ എന്നൊക്കെ ഷസാം പറയത്തില്ലേ, അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉടനെ പോയി കാണാൻ തോന്നും നമുക്ക്. നെഗറ്റീവിന് പിന്നെ ഭയങ്കര റീച്ചുമാണ്. എനിക്കൊരു സ്പെസിഫിക് ഞാൻ ഇതൊരു ലോങ് ഫോം ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഈ മാസം അവസാനം ഫസ്റ്റ് വീഡിയോ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഡോക്യുമെൻ്ററി വൈബിലുള്ളൊരു സാധനമാണ്. ഫുഡിൻ്റെ തന്നെ ബാക്ക് എൻഡ് കാണിച്ചുകൊണ്ട്, ഒരു പ്രൊഡക്ഷൻ സൈഡൊക്കെ കാണിച്ചുകൊണ്ടൊരു ലോങ് ഫോം സാധനമാണ് ഞാൻ ചെയ്യുന്നത്. അത് ഈ മാസം അവസാനം കാണും. അത് ചെയ്തിട്ട് ഞാൻ വന്ന് അടുത്ത പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ പറയാം ഏതായിരിക്കും കൂടുതൽ വർക്കാവുന്നത്. പക്ഷേ ഐ ഫീൽ ലൈക്ക് അതും മാർക്കറ്റ് ചെയ്യാൻ ഷോർട്ട് ഫോം ആവശ്യമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ കുറേ നമ്മൾ കഷ്ടപ്പെടുക, കുറേ നമ്മൾ പ്രാർത്ഥിക്കുക, ഈശ്വരാ ഹിറ്റാവണേ, ഇത് വൈറലാവണേ. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഫ്യൂച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ, വ്ളോഗിംഗ് എന്നല്ല, ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം. വളർന്നു വരുന്നത് 100%. എനിക്കിപ്പോൾ ആക്ച്വലി ഞാൻ സ്ട്രോങ്ങസ്റ്റ് പോയിന്റിൽ ബിലീവ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണിത്. റൈറ്റ് നൗ ട്രിവാൻഡ്രം ബൂം ചെയ്യാൻ പോകുന്നതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജിൽ നിൽക്കുവാണ്. എൻ്റെ ബിലീഫാണിത്. ഞാൻ കാണുന്നൊരു വിഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ഇൻ ദ നെക്സ്റ്റ് 5 to 6 years ഓർ ലെറ്റ്സ് സേ നെക്സ്റ്റ് 10 years അടിപൊളിയാകും. ഇപ്പം തന്നെ നമ്മൾ ചുറ്റും എടുത്തു നോക്കി വരുന്ന ബ്രാൻഡ്സിൻ്റെ എണ്ണം നോക്കിയാൽ മതി, വരുന്ന ഹോട്ടൽസിൻ്റെ പുതിയ പ്രോജക്ട്സ് ഒന്ന് അരിച്ചു പറക്കി നോക്കിയാൽ മതി. ഹോട്ടൽസ് ഞാൻ ഉദ്ദേശിക്കുന്ന ബിഗ് ബ്രാൻഡ്സ്, മാരിയറ്റ്, അങ്ങനത്തെ ഹയത്ത്, അങ്ങനത്തെ ബ്രാൻഡ്സ്. പോർട്ടിൻ്റെ വളർച്ചയോടുകൂടി ട്രിവാൻഡ്രത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് മാറുന്നത് ഭയങ്കര സോളിഡായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ഞാൻ ആക്ച്വലി ഇത്രയും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ജീവിക്കുന്ന ട്രിവാൻഡ്രത്താണ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ കൊച്ചിയിലല്ലേ, കൊച്ചിയിൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊച്ചിയിൽ ഒരു ദിവസം രാവിലെ പോയി രാത്രി വരാൻ നോക്കുന്ന ഒരാളാണ്. കാരണം വർക്ക് എനിക്ക് കൊച്ചിയിൽ കിട്ടും, പക്ഷെ എനിക്ക് താമസിക്കാൻ ഇഷ്ടം തിരുവനന്തപുരത്താണ്. എനിക്ക് ലൈഫ് ബിൽഡ് ചെയ്യാൻ താല്പര്യം തിരുവനന്തപുരത്താണ്. എനിക്കിവിടെ സെറ്റിൽ ആവണം, ഫൈൻഡ് എ പാർട്ട്ണർ, ലിവ് ഹിയർ, ലിവ് വിത്ത് മൈ പേരൻസ് എന്നുള്ളൊരു ഐഡിയോളജി. 2 രീതിയിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് കംഫർട്ട് സോൺ, എൻ്റെ എല്ലാം ഇവിടെ ഉണ്ട്. 2 എന്ന് പറയുന്നത് ഐ ബിലീവ് അടുത്ത എക്സ്പാൻഷൻ ഇവിടെ ആയിരിക്കും. അപ്പം ഒരു കരിയർ ഓറിയൻറ്റഡ് ഭയങ്കര ഡ്രിവൺ ഒരാളായിട്ട് നോക്കുമ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് എനിക്കിപ്പോൾ പറ്റിയ സ്ഥലം ട്രിവാൻഡ്രമാണ്. കാരണം എനിക്ക് ഇരുന്ന് ബിൽഡ് ചെയ്യാം.
എനിക്കൊരു പുതിയ സ്ഥലത്ത് പോയി പിന്നെ അവിടെ എന്താ പറയുക അക്കസ്റ്റംഡ് ആയി അവിടുത്തെ ബ്രാൻഡ്സിനെ പഠിച്ച് ഒന്നുകൂടെ ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ഉള്ള സ്ഥലത്ത് പോയി പുതിയൊരു സാധനം തുടങ്ങുന്നതിന് പകരം ഒരു മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബൂം ആവാനിരിക്കുന്ന സ്ഥലത്ത് ഗ്രോ ചെയ്യുന്നതിൻ്റെ ഫീല് വേറെ തന്നെയാണ്. ആ ഒരു ആസ്പെക്റ്റിലാണ് ട്രിവാൻഡ്രത്തിനെ ഇപ്പം പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് തോന്നും ഒന്നുമില്ലാന്ന്, പക്ഷെ പൊന്ന് വിളയുന്ന മണ്ണാണെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് ഐ ഫീൽ ട്രിവാൻഡ്രം ആകാൻ പോകുന്നത്. ഇപ്പൊ ഡെവലപ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ പോർട്ട് ഇവിടെ വന്നു, പോർട്ടിന് 200 കിലോമീറ്റർ റേഡിയസിലാണ് ഡെവലപ്മെന്റ് വരിക. അതായത് ട്രിവാൻഡ്രത്ത് ഈ പോർട്ട് വരുന്നതോടുകൂടി കൊച്ചി വരെ ഡെവലപ്പ് ആണെന്നാണ്. നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ കൊച്ചിയോട്, അവർ ഡെവലപ്പ് ആയിക്കോട്ടെ. അവർക്കായിരുന്നു നമുക്ക് പണ്ട് തൊട്ടേ പ്രശ്നം, ബാക്കിയുള്ളവർക്കായിരുന്നു തിരുവനന്തപുരത്തിനോട് പ്രശ്നം. കൊച്ചി സ്പെസിഫിക് അല്ല, ജനറലി എല്ലാ ബാക്കിയുള്ളവർത്താണ് ട്രിവാൻഡ്രത്തിനോട്. നമ്മൾ പാവങ്ങൾ, നമ്മളിവിടെ നമ്മളും ഡെവലപ്പായി ബാക്കിയുള്ളവരും ഡെവലപ്പ് ആവുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ. പ്രത്യേകിച്ച് ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഏറ്റവും ഈ പോർട്ടുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ വരുന്ന ഡെവലപ്മെന്റ് ഭീകരമാണ്. കേരളം മൊത്തം ഡെവലപ്പ് ആവണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വി ഹാവ് മാഡ് എബിലിറ്റി, സ്കിൽ, പൊട്ടൻഷ്യൽ, എഡ്യൂക്കേഷൻ, നമുക്ക് ഐഡിയാസ് ഒരുപാടുണ്ട്. ഇപ്പം കുറെ ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുമ്പോൾ ഫുഡ് മാത്രമല്ല, പാരഗൺ കേരളത്തിൽ ഇരുന്നുകൊണ്ട് മാത്രം ചെയ്ത കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി ആസ് എ ബ്രാൻഡ്. കാരണം അവിടെ നിന്ന് പിന്നെ UAE എക്സ്പാൻഡ് ആയെങ്കിലും ഫുഡ് മാത്രം വിറ്റുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി മാത്രം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എക്സ്പാൻഡ് ആയി 10-20 ബിസിനസ് അവർ ചെയ്തിട്ടില്ല. പാരഗൺ, കാലിക്കറ്റ് പാരഗൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ വന്ന എല്ലാവരും പാരഗണിൽ പോകും. ഫുഡിനോട് ഒരുപാട് ഭ്രാന്തുള്ള ആൾക്കാർ, ട്രാവൽ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സയൻറ്റിഫിക്കലി ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. ഐ ഫീൽ നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നതും നമുക്കിവിടെ അതിനുള്ളൊരു സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കിവിടെ ഇരുന്ന് മോണിറ്ററിലി വളരാൻ ഒരുപാട് ചാൻസസ് കിട്ടാത്തതുകൊണ്ടാണ്. ഐ ഹോപ്പ് ദാറ്റ് ചേഞ്ചസ്. ഈ പോർട്ട് വന്ന് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ലാൻഡ്സ്കേപ്പ് മാറുമ്പോഴത്തേക്കും ഐ ഹോപ്പ് കേരള ആസ് എ ഹോൾ മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ട്രിവാൻഡ്രം മാത്രമല്ല, അതിനകത്ത് പക്ഷേ ലൈക്ക് യു സെഡ് ട്രിവാൻഡ്രത്തായത് കൊണ്ട് ദ മോസ്റ്റ് ഇമ്പാക്റ്റഡ് വുഡ് ബി ട്രിവാൻഡ്രം. ആൻഡ് പണ്ട് പറഞ്ഞിരുന്ന കുറ്റങ്ങളെല്ലാം ട്രിവാൻഡ്രത്തിനെ പറ്റി അത് മാറിയാലും കൊള്ളാമെന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ബാക്കി ഒരു കുറ്റവും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ, കാരണം ആക്സസിബിലിറ്റി ടു റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എല്ലാം നോക്കിയാൽ ടോപ്പ് ടിയർ. നമുക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നം എന്ന് ട്രിവാൻഡ്രത്ത് വന്നാൽ ചെയ്യാൻ എന്തുണ്ട്? നേച്ചർ ബേസ്ഡ് അല്ലാതെ എന്ത് ചെയ്യാനുണ്ട്? കാരണം പൊന്മുടിയുണ്ട്, പൂവാറുണ്ട്, ആഴിമലയുണ്ട്, കോവളമുണ്ട്, ശംഖുമോ, എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങ് ഒരു ടൂറിസ്റ്റിന് ഡെവലപ്ഡ് ആയിട്ട് കാണിക്കാനോ ഒന്നും എത്തിയിട്ടില്ല. കോളത്തിനും ഈ ആഴിമലയ്ക്കൊക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്, പുതിയ പുതിയ സംഭവങ്ങൾ അവിടെ തന്നെ കൊണ്ടുവന്ന് ചെയ്യാൻ. അതിൻ്റെ ചുറ്റുമുള്ള ഫുഡ് സ്പോട്ട്സ് തന്നെ എടുത്ത് നോക്കി നോക്കുക, നമുക്ക് എന്തൊക്കെ ചെയ്യാം. ട്രിവാൻഡ്രം സെൻട്രിക് ആയിട്ടുള്ള ഫുഡിന് ഒരു എക്സ്പോഷർ ഇല്ല. ഐ തിങ്ക് അതൊക്കെ ചേഞ്ച് ആവും. കാരണം ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് വന്ന് എസ്റ്റാബ്ലിഷ് ആവാനാണ്. റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പറയാൻ പറ്റാത്തത്. മുംബൈയിൽ വൺ ഓഫ് ദ വെരി ഫേമസ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത 4 പേര് തുടങ്ങിയിട്ട് കേരളത്തിലൊരു സംഭവം തുടങ്ങാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. മുംബൈയിലെ ടൈപ്പ് ഒരു റെസ്റ്റോറൻറ്റ്. മുംബൈയിൽ ഇപ്പോൾ പ്രീമിയം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, ഇന്ത്യൻ ക്വിസീനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ബോംബെ ക്യാൻറ്റീൻ, ഓ പെഡ്രോ, അങ്ങനത്തെ ഒരു സാധനം കേരളത്തിൽ തുടങ്ങാൻ ഒരു പ്ലാനായിട്ട് അവരുടെ R&D ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ട്രിവാൻഡ്രത്തിൻ്റെ വേറൊരു പോയിന്റ്. വി ഫീൽ ലൈക്ക് ഒരു പ്രൈസി സാധനം വന്നാൽ ഇവിടെ ഓടത്തില്ല. ഇറ്റ് ജസ്റ്റ് ഹാസ് ടു ബി പ്ലേസ്ഡ് റൈറ്റ് ആൻഡ് ദ ഫുഡ് ഹാസ് ടു ബി സെർവ്ഡ് റൈറ്റ്. വില്ലമായ എത്ര വർഷമായിട്ട് ഓടുന്നു ട്രിവാൻഡ്രത്ത്. ആ ഒരു കൈൻഡ് ഓഫ് ഫണ്ടിങ് വെച്ച് തുടങ്ങുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക്. ഏറ്റവും നല്ല അൽഫാം അല്ലെങ്കിൽ ഷവായ, ഏറ്റവും നല്ല ഷവായ കിട്ടുന്ന സ്ഥലം ഞാൻ സംസം ഓയിലാണ്. ഐ എം സോറി, നൊസ്റ്റാൾജിയ പീക്സ് അവിടെ. എനിക്ക് ഇതുവരെ കഴിച്ചില്ല, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് സംസം. എനിക്ക് കൊച്ചിലെ തൊട്ട് ആദ്യം കഴിച്ച ഷവായ അതാണ്. അപ്പൊ എന്റെ മനസ്സിലെ ഷവായ അതാണ്. സംസം ഷവായ ഒരു വികാരമാണ്. അത് കളഞ്ഞിട്ടൊരു പരിപാടിയില്ല. അത് സംസമിൽ എത്ര മെനു ഉണ്ടെങ്കിലും ഒരുപാട് ഐറ്റം ഉണ്ടെങ്കിലും അത് ആ മെനു അങ്ങ് അടച്ചു വെച്ചിട്ട് പറയണം. ഫുൾ മെനു വായിക്കണം, കാരണം അവർക്ക് ഒരു 600 ഐറ്റം എങ്കിലും കാണും. അതിന്റെ ഓണറുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ ബെസ്റ്റ് ഷവായ അവരുടെ റെസ്റ്റോറൻറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുന്നത് പാളയത്തെ ഷവായയില് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഷവായ കിട്ടുന്ന ടൈം 3 മണി 4 മണി സമയത്ത്. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഇനി ഞാൻ അത് വെച്ചൊരു വീഡിയോ ചെയ്യണം. അതായത് അവര് മാരിനേറ്റ് ചെയ്ത് തലേദിവസം ചെയ്ത സാധനം അതിൽ വെച്ച് അത് പതുക്കെ ഇങ്ങനെ കറങ്ങി ഈ ഒരു സമയം ആവുമ്പോഴത്തേക്കും അതിന്റെ ഒരു കറക്റ്റ് ഒരു പോയിന്റിലെത്തും. ആ സമയത്തുള്ളത് എനിക്ക് ആ ഷവായ അവരുടെ മയോനൈസും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്ലേറ്റഡിൽ അൽഫാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബാർബിക്യൂ സ്പേസിൽ അൽഫാം ഭയങ്കര ഇഷ്ടമാണ്. ജമൈക്കൻ ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സുപ്രീം ഓൾ സ്പൈസിലെ നോർത്ത് ഇന്ത്യൻ താലി. അതിനകത്ത് 3-4 വെറൈറ്റി ഉണ്ട്. ഭയങ്കര നോർത്ത് ഇന്ത്യയിൽ പോയി കഴിക്കുന്ന പോലെ ഇരിക്കും.
മാൻ സൺസ് നോർത്ത് ബൈറ്റ്സ് എന്ന് പറഞ്ഞ കേശുദാസ് ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ താലിയൊക്കെ ഭയങ്കര ഹോംലി ഒരു ഫീലാണ്, അത് ഇഷ്ടമാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടം. റസോയി അരിസ്റ്റോ ജംഗ്ഷനിൽ പണ്ട് അരോമ പത്തിരീസ് ഇരുന്ന സ്ഥലത്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, അവിടുത്തെ മലായ് കോഫ്ത ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിൽ തമ്പാനൂരുള്ള ശർമ്മ ഡാബയിൽ പോയി ഞാൻ കഴിക്കാറുണ്ട്, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ വെരി ഹെവി ഓൺ ഓയിൽ എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം സുപ്രീം ഓൾ സ്പൈസിലെ ഥാലി. ലാസ്റ്റ് ആയിട്ടൊരു കാര്യം കൂടെ ചോദിക്കാം, ഏറ്റവും നല്ല പൊറോട്ട കിട്ടുന്ന സ്ഥലമാണ് സംസമിലെ പൊറോട്ട ആക്ച്വലി ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര മൊരിഞ്ഞ പൊറോട്ട. ഇമ്പീരിയൽ ഞാൻ പൊറോട്ട കഴിച്ചിട്ടില്ല. ഇമ്പീരിൽ പോയ എൻ്റെ സ്ഥിരം ഓർഡർ അപ്പവും മീൻ മാങ്ങ കറിയുമാണ്. പിന്നെ പ്രോൺസ് തവേ. ഗുഡ് മോർണിംഗിലെ ബീഫ് എനിക്ക് ഇഷ്ടമാണ്, GPയിലെ ബീഫ് ഇഷ്ടമാണ്, അമ്പലപ്പാട്ടിലെ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ചിന്നൂസ് കേശവദാസ് വരത്തൊരു ബീഫ് ഡബിൾ ഫ്രൈ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് പൊറോട്ട എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ പറഞ്ഞാൽ സംസമിലെ പൊറോട്ട. കാരണം വീറ്റ് പൊറോട്ടയിലും സാധാ പൊറോട്ടയിലും ഭയങ്കര ടേസ്റ്റാണ്, വെറുതെ തിന്നാം. നമ്മുടെ ബാലരാമപുരത്തുള്ള ബിസ്മിയിലെ മറന്നുപോയി മട്ടൻ ആ ഏരിയ ചെന്ന SPR ബിസ്മി രാജില എല്ലാം കഴിക്കാമല്ലോ. വാവ്, ഏറ്റവും നല്ല ഷവർമ. എനിക്ക് പഴയ ടൈപ്പ് ഷവർമ ഇഷ്ടം. എനിക്ക് അതാണ് എന്റെ നൊസ്റ്റാൾജിയ. ഞാൻ ആദ്യം കഴിച്ചത് സ്വീറ്റ് മഹൽ എന്നാ കേശവദാസ് വരത്തിനകത്തുണ്ടായിരുന്ന. അന്നത് 15 രൂപയ്ക്കാണ് അമ്മ വാങ്ങിച്ചോണ്ടിരുന്നത്. പിന്നെ അത് 30 പിന്നെ അത് 60. ഇപ്പൊ എത്രയായി? 100 രൂപയ്ക്ക് കൂടുതലല്ലേ ഷവർമ. എനിക്ക് അതുകൊണ്ട് ഗ്രില്ലിലെ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രില്ലിലെ ബീഫ് ഷവർമ അതൊരു ഷവർമ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, അതൊരു റോളാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഏറ്റവും നല്ല കരിക്ക് ഷേക്ക് കിട്ടുന്നതാ. ഞാൻ മധുരം ഷേക്ക് കുടിക്കാറില്ല, എനിക്ക് ഷാർജ മാത്രമേ ഉള്ള ഒരു വീക്ക്നെസ്. കരിക്ക് പറയുവാണെങ്കിൽ ഞാൻ ഈ ഇടയ്ക്കാണ് കണ്ടുപിടിച്ചത്, മറ്റേ പട്ടത്ത് ചാലക്കുടിയിൽ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കരിക്കിന് മാത്രം ഒരു സ്റ്റോൾ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അവിടെ ഐസ് കോൾഡ് കരിക്ക് വിത്ത് കരിക്ക് ഫ്ലഷ് അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഡൈസ് ചെയ്ത് തരും, അതൊരു ഫുൾ ഗ്ലാസ് തണുത്ത കരിക്ക് കുടിക്കാം. ഒരു ഫുൾ ഗ്ലാസ് കിട്ടും, കരിക്ക് ഷേക്ക് കിട്ടും, കരിക്കിൻ്റെ പല പല ഐറ്റം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു സാധാ ഒരു കരിക്ക് ഷേക്ക് കടയാണ്, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ട് അവർ കൊച്ചിലോട്ട് കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ തണുത്ത കരിക്ക് ഒരു ഫുൾ ഗ്ലാസ്സിൽ, അതിനകത്ത് തന്നെ പൾപ്പിട്ട് തരും. ഏറ്റവും നല്ല ഐസ്ക്രീം കിട്ടുന്നതാ പോൾസ് ക്രീമറി. ഹാൻഡ്സ് ഡൗൺ മൈ ഫേവറേറ്റ്. പോൾസ് ക്രീമറിയിലെ പിസ്താഷിയോ ഐസ്ക്രീം ഇസ് സോ ഗുഡ് ആൻഡ് ദ ഡാർക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം. പോൾസ് ഇസ് അനദർ ബ്രാൻഡ് ഐ റൂട്ട് ഫോർ. ട്രിവാൻഡ്രത്ത് തുടങ്ങി പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ. ഏറ്റവും നല്ല കേക്കുകൾ കിട്ടുന്നത് പാപ്പ ബേർഡ് എന്ന് പറഞ്ഞൊരു ഹോം ബേക്കർ ഉണ്ട്. കേക്ക് അല്ല, ഓൺട്രമെ ആണ് ചെയ്യുന്നത്, ആസ് ഇൻ ഫ്രഞ്ച് പേസ്ട്രീസ്. ഷീ ഈസ് റിയലി ഗുഡ്. എൻ്റെ ചേട്ടൻ്റെ റിസപ്ഷൻ അതാ നമ്മൾ കേക്ക് വാങ്ങിച്ച കുഞ്ഞ് കേക്ക്സ് ആണ്, പ്രീ ഓർഡർ ആണ്, നോട്ട് ടു എക്സ്പെൻസീവ് ഓൾസോ. വെഡ്ഡിങ്സിനൊക്കെ വാങ്ങാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ ഫ്ലേവേഴ്സ് ഒക്കെ നമുക്ക് ഇരുന്ന് ചൂസ് ചെയ്യാം. അല്ലാതെ കേക്ക് പറയാനാണെങ്കിൽ മറ്റേ മാത്യൂസ് കേക്ക്സ്, സുപ്രീം ബേക്കേഴ്സ്, ആസാദ് ബ്രെഡ് ഫാക്ടറി, സെന്റ് മൈക്കിൾസ്. മൈ റീസെന്റ് അഡിക്ഷൻ ഫ്രം ആസാദ് ബ്രെഡ് ഫാക്ടറി ഈസ് കിഡ്സ് ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്ര ഉള്ളൊരു സാധനമുണ്ട്, കിഡ്സ്. യു വിൽ ഫീൽ ലൈക്ക് എ കിഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും such a good cake guys. It is in കുഞ്ഞൊരു പാക്കറ്റിൽ. ഇറ്റ് ലുക്ക് ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് കളർ സ്ലൈസ്ഡ് കിഡ്സ് ചോക്ലേറ്റ് കേക്ക്. സിമ്പിൾ കേക്ക്, അത് മതി. ഇറ്റ്സ് സോ ഗുഡ്. ഇതൊരു മൗത്ത് വാട്ടറിംഗ് എപ്പിസോഡ്. ഇങ്ങനെ വെള്ളം ഒഴുകാണ്. അയ്യോ ഇന്ന് എന്തൊക്കെ എനിക്ക് ഇതെല്ലാം വാങ്ങിച്ചു തരാന്ന് ഇവർ പ്രോമിസ് ചെയ്തായിരുന്നു ഗൈസ്. ഇത് കേട്ട് കഴിയുമ്പോഴും കണ്ടു കഴിയുമ്പോഴും പലർക്കും ഒന്നുകിലും നൊസ്റ്റാൾജിയ വരും, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫുഡ് ബ്ലോഗിങ് വന്നു, ട്രിവാൻഡ്രത്തിന്റെ കിടപ്പ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഒരുപാട് റെസ്റ്റോറന്റിനെ പറ്റിയും ഒരുപാട് ഫുഡുകളെ പറ്റിയും ഫുഡിന്റെ ഹിസ്റ്ററിയെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം ഒത്തിരി കാര്യങ്ങൾ ഒരു മാസ്റ്റർ ക്ലാസ് പോലെ തന്നെ കേട്ടവർക്ക്. താങ്ക് യു സോ മച്ച് അഞ്ജന. താങ്ക് യു ഫോർ ഹാവിംഗ് ഹ്യൂജ് ഡിസ്ക്ലെയിമർ. ഇതിൽ പറഞ്ഞ ഒരൊറ്റ ബ്രാൻഡ് എനിക്ക് പൈസ തന്നിട്ടില്ല. ഇറ്റ്സ് ഓൾ റിയലി ഫീൽ ചെയ്ത സാധനങ്ങൾ ഭയങ്കര ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാം. ഇത് തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടെങ്കിൽ ശരി, സോ ഐ ക്യാൻ ഡു ദിസ് വിത്ത് മൈ പേജ് എന്നുള്ളതാണ് എൻ്റെ ഐഡിയോളജി. എല്ലാം ഓപ്പൺ ആയിട്ട് പറയാം, എവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ഐ എം താങ്ക്ഫുൾ ടു യു ഗൈസ്, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, ട്രിവാൻഡ്രത്തിന്റെ ഫുഡിനെ പറ്റി ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. താങ്ക് യു.